ഇങ്ങനെ പട്ടിയോട് ഉപമിച്ചൊരു പണ്ഡിതന്റെ ചരിത്രം പറഞ്ഞിട്ട് വന്ദ്യനായ KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രസംഗിച്ചു. വലിയ വിവാദമായി. അപ്പം അന്ന് തുടങ്ങിയ ആളുകൾക്ക് സംശയം, പള്ളിക്ക് അന്ന് സ്ഥിരപ്പെട്ടു 5 ലക്ഷം രൂപ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വിചാരണക്കാർക്കായപ്പോൾ 3 ലക്ഷം കൊടുത്തു, ശരിയാണ്, ബാക്കി 2 ലക്ഷം ഞാൻ വേറെ ചില പള്ളിക്ക് വീതിച്ചു കൊടുത്തു കണക്ക് വെച്ചു അദ്ദേഹം. പക്ഷെ പറ്റൂലല്ലോ, 5 ലക്ഷം അരീക്കാട് പള്ളിക്കാരൻ 5 ലക്ഷം അവിടെ തന്നെ കൊടുക്കണ്ടേ? അപ്പോൾ എന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെങ്ങനെ അനുഭവത്തിലൂടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുണ്ട്. സമസ്ത പണ്ഡിതന്മാരെ പോലെയല്ല. അവിടെ തന്നെ ഗൾഫിൽ അബുദാബിയിലൊരു സംഭവം, നമ്മുടെ സമസ്തയോട് സമുന്നതനായ ഒരു പണ്ഡിതൻ പോയിട്ട് ഒരു അറബി എടുക്കൽ കാശിനോ, അന്നൊക്കെ അറബികളെ ഇഷ്ടം പോലെ വിശാലമായി സമീപിക്കാം, അവരും നല്ല മനസ്സ്, ഇഷ്ടം പോലെ കാശ് തരും, ഇന്നത്തെ പോലെ നിയന്ത്രണമല്ല. ഒരു അറബി പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്, അക്കൗണ്ട് കിടക്കുക, പക്ഷെ ഫായിദൻ്റെ കാശ, ഫായിദ പറഞ്ഞാൽ പലിശൻ്റെ കാശ, പലിശ എടുക്കാൻ പറ്റില്ല, അതിങ്ങനെ കിടക്കുകയാണ്, അത് നിങ്ങൾക്ക് ചിലവാക്കാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം, വലിയൊരു എമൗണ്ട് ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉസ്താദ് പറഞ്ഞു, അത് ഹലാലാവൂല, അത് ഹറാമായ പൈസയാണ്, അത് വേണ്ട. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഉസ്താദിനല്ല കണ്ടത്, അവിടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാരുണ്ട്, ഇപ്പം നാട്ടിൽ അദ്ദേഹം. അദ്ദേഹത്തോട് ഈ അറബി പറഞ്ഞു, ഹംസ എൻ്റെ ഷെയ്ഖ് വന്നിട്ട് പറഞ്ഞു ഫായിദൻ്റെ പൈസ പറ്റൂലെന്ന്. ഷെയ്ഖ് അബൂബക്കർ വന്നല്ലോ, അത് പറ്റൂന്നാണ് പറഞ്ഞു, വാങ്ങിക്കൊണ്ടോല്ലോ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ആ കാശ് മൊത്തം മൂപ്പര് അടിച്ചു മാറ്റി, അതിന് ഫത്വ ഉണ്ടാക്കി. അങ്ങനെ 1-2 കേസല്ല, വേറെ രസകരമായ സംഭവം ഉണ്ടായി, അതും അബുദാബി തന്നെ. അബുദാബിയിൽ അധിക അറബി വീടുകളും തൊബ്ബാഹിങ്ങൾ നമ്മുടെ മലയാളികളാണ്, പാചകക്കാർ, നമ്മൾ മിസ്കിമാരാണല്ലോ, ഒന്നും പഠിക്കാതെ നേരെ ഗൾഫുകാരി ആൾക്കാരാണ് പഴയ കാലത്ത്. അതിൽ തൊബ്ബാഹിങ്ങൾ കുറച്ച് സമയം ഒഴിവിട്ടുള്ള സമയമുണ്ട്. അതിലൊരു തൊബ്ബാഹ് വന്നിട്ട് അടുത്ത അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു തൊബ്ബാഹിന് മലയാളിയെ കണ്ടപ്പോൾ, എടാ എൻ്റെ അർബാബ് നാട്ടിൽ പള്ളി എടുത്തുക്കണല്ലോ പറഞ്ഞു. എൻ്റെ അർബാബ് നാട്ടിൽ പള്ളി എടുക്കണ്ടല്ലോ, എൻ്റെ അർബാബ് എവിടെ എടുത്തുക്കണോ ചോദിച്ചു. എൻ്റെ അർബാബ് ഇന്ന സ്ഥലത്താണ് ഏകദേശം എന്ന് പറഞ്ഞു. ശരി, എന്നാൽ 2 അർബാബുമാർ മോശമില്ലാത്ത തമ്മിൽ മനസ്സിലാക്കി, 2 ക്രെഡിറ്റ് വേണം നമ്മൾ മുഖേന എടുക്കുന്നത് കാരണം എന്നുള്ളതൊക്കെ. എന്നാൽ എൻ്റെ അർബാബിൻ്റെ പള്ളിൻ്റെ ഫോട്ടോ ഒന്ന് കാണിട്ടാണ് പിന്നൊരിക്കൽ അവർ കണ്ടുപിട്ടപ്പോൾ അർബാബിൻ്റെ ഫോട്ടോ എടുത്ത പള്ളിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു. ഇവൻ്റെ അർബാബ് എടുത്ത പള്ളിൻ്റെ ഫോട്ടോ ഇവനും കൊണ്ട് 2 ഒന്നിനെ പള്ളി. ആരാ ഫുലാൻ പൈസ വാങ്ങിയ ആൾ? ഈ കക്ഷിയാണ്. ഇമ്മാതിരി പറ്റിക്കൽ പരിപാടികൾ. ഇത് ഒറ്റപ്പെട്ട കേസൊന്നുമല്ല, ഇത് വ്യാപക. കോഴിക്കോട് ജില്ലയിലെ ചെറുവാഴി എന്ന സ്ഥലം, ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ ആ സംഭവം നടന്ന പിന്നത്തെ ആഴ്ച പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ആ ടൗണിലൊരു പള്ളി പണിത് വരും, അറബിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മിമ്പറുണ്ട്, ജുമാൻ്റെ ഖുത്ബ നടത്താനുള്ള എല്ലാ സംവിധാനമുണ്ട്. പിറ്റേന്ന് രാവിലെ മിമ്പർ അവിടെ നിന്ന് എടുത്തു മാറ്റി, കാരണം അവിടെ ജുമാൻ്റെ നിസ്കാര പള്ളിയാണ്. അപ്പോൾ അറബിനോട് പറഞ്ഞേക്കെന്തായിരിക്കും, ഇത് ജുമാഅത്ത് പള്ളിയാണ്, ടൗണാണ്, വലിയ തിരക്കാണ്, കൂലി കിട്ടുന്നുണ്ടായിരുന്നു. ഇമ്മാതിരി പരിപാടി ഒറ്റപ്പെട്ട പരിപാടിയല്ല, സ്ഥിരമായി ഇത്തരം പരിപാടികളുണ്ട് എന്ന് പിന്നീട് മനസ്സിലായി. സമസ്തയുമായി യോജിപ്പിച്ച് പോകാൻ പറ്റിയ കക്ഷിയല്ല ഇദ്ദേഹം എന്ന് നമ്മുടെ പണ്ഡിതന്മാർക്ക് പൊതുവേ മനസ്സിലായി. ഇതാ നമ്മളെ കുറ്റം നമ്മൾ പുറത്തു പറയാൻ പറ്റുമോ? പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അഭിവന്ദനായ ശംസുലമ EK ഉസ്താദ്, നമ്മുടെ ഉസ്താദുമാർ പരാതിപ്പെട്ടപ്പോൾ അവൻ വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്, നന്നാവോ നോക്കുക എന്നിട്ടാണ് ഒരുപാട് കാലം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് 1985 ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ കുതന്ത്രം പ്രയോഗിച്ച് പതുക്കെ ഘട്ടമായിട്ട് തൻ്റെ ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുത്തിട്ട് വേറിട്ടൊരു സ്വതന്ത്ര സംഘത്തെ രൂപീകരിച്ച് അതിൻ്റെ അധിപതിയായി വാഴുക എന്ന ലക്ഷ്യമുണ്ടെന്ന് പിൽക്കാലത്ത് മനസ്സിലായി. 1985 ഇന്ത്യയിൽ ഒരു മഹാസംഭവം ഉണ്ടായി. ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിലെ വിധി പ്രസ്താവന ഇങ്ങനെയാണ്: വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ ബിൽ മഅറൂഫ്. ഖുർആന്റെ സൂക്തം വെച്ചിട്ടാണ് വിധി പറഞ്ഞത്. വിവാഹമോചിതകളായ സ്ത്രീകൾക്ക് ആജീവനാന്തം ചെലവിന് കിട്ടാൻ അവകാശമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഇനി മുതൽ മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ വിവാഹമോചനം നടത്തിയാൽ ഒന്നുകിൽ ആ സ്ത്രീയുടെ പുനർവിവാഹം വരെ, അല്ലെങ്കിൽ ആ സ്ത്രീ മരിക്കുന്നത് വരെ മുൻ ഭർത്താവ് ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കണം. സുപ്രീം കോടതിൻ്റെ വിധിയ, ഫൈനൽ വിധിയ. അതിന് ഒരുപാട് ദോഷമുണ്ട്. ഒന്നാമത്തെ ദോഷം, ഇന്ത്യയിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ചില പ്രത്യേക നിയമങ്ങൾക്ക് വിവാഹമോചനം, അനന്തരാവകാശം, കുറച്ച് കാര്യങ്ങൾക്ക് സുരക്ഷ ഉണ്ട്. ശരീഅത്തനുസരിച്ച് രാജ്യത്തെ കോടതി വിധിക്കാൻ പറ്റും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് വിവാഹമോചനം.
അതിലൊരു വിധി ദുർബലപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുക എന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം നടക്കും. ഭാവിയിൽ ശരീഅത്തിനെ എപ്പോഴും കോടതിക്ക് ഭേദഗതി ചെയ്യാമെന്ന മെസ്സേജ് നൽകും. രണ്ടാമത്തൊന്ന്, ശരീഅത്തിനെതിരായതുകൊണ്ട് തന്നെ മുൻ ഭർത്താവ് ഒരു അന്യ പെണ്ണിന് മരിക്കണവരെ ചെലവ് കൊടുക്കാൻ അതുകൊണ്ട് ഒരുപാട് ദുരർത്ഥങ്ങൾ ഉണ്ടാക്കി തീർക്കും. ശരീഅത്തിലെ ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അന്ന് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി അണിചേർന്നു. ഈ ശരീഅത്ത് നിയമം ഇനി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഫൈനൽ ഒരു കോടതി കേസ് കൊടുക്കാനല്ല സുപ്രീം കോടതി വിധിച്ചത്. പിന്നെ ഈ വിധി റദ്ദ് ചെയ്യാൻ ഒരേ ഒരു വഴി മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇന്ത്യൻ പാർലമെൻറ്റ് ഇത് ഭേദഗതി ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിമീങ്ങളെ പ്രാതിനിധ്യം വളരെ ദുർലഭ. പിന്നെ അന്നത്തെ ഭരിക്കുന്ന കക്ഷി വിചാരിക്കണം. പക്ഷെ അന്ന് ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കാണ്. അന്ന് പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയാണ്. അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ 2 MP പാർലമെൻറ്റിലുണ്ടായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, ഗുലാം മഹമ്മൂദ് ബനാത്ത് വാല സാഹിബ്, 2 പേര് മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുജാഹിദിനെ എങ്ങനെ ദുആർക്കാന്നും വിചാരിക്കേണ്ട. ഇബ്രാഹിം സുലൈമാൻ സേഠ് അങ്ങനത്തെ മുജാഹിദിനൊക്കെ പറഞ്ഞുണ്ടാക്കിയ നമുക്ക് കടുത്ത് ബന്ധമുള്ള വ്യക്തികളെ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം. അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മുജാഹിദ് പശ്ചാത്തലത്തിൽ വളർന്നു എന്നല്ലാതെ ഒരിക്കലും മുജാഹിദല്ല. അവരൊക്കെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നായകരായിരുന്നു. ബനാത്ത് വാല പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് പാർലമെൻറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങൾ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയാൽ ബില്ല് പാസ്സാവും, സുപ്രീം കോടതി വിധി റദ്ദാകും. ഇതിനാവശ്യ സമ്മർദ്ദത്തിൽക്കൊണ്ട് രാജ്യമൊട്ടാകെ പ്രക്ഷോഭം നടന്നു. പ്രക്ഷോഭം നടന്ന കൂട്ടത്തിൽ എല്ലാവരും മുസ്ലിങ്ങൾക്ക് പിന്തുണ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഭരിക്കുന്ന കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുസ്ലിം MP-മാരിൽ ചിലർ മാത്രമല്ല, അതിൻ്റെ കേന്ദ്രമന്ത്രി ZR അൻസാരി ഈ ബില്ലിന് അനുകൂലമായി രംഗത്ത് ശരീഅത്ത് സംരക്ഷിക്കപ്പെടണം. അന്നത്തെ ജനതാദളുണ്ട്, ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുടെ അന്നത്തെ MP സയ്യിദ് ഷിഹാബുദ്ദീൻ MP മുസ്ലിം ശരീഅത്തിന് അനുസൃതമായി പരസ്യമായി രംഗത്ത് വന്നു. ചില ആളുകൾ തിരിച്ചും കോൺഗ്രസിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പലരും അനുകൂലമായി രംഗത്ത് വന്നു. രാജ്യത്ത് മുസ്ലിങ്ങളെ ഒറ്റക്കെട്ടായ സമരം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ ശരീഅത്ത് സമ്മേളനങ്ങൾ നടന്നു. മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി. ഒന്ന് കോഴിക്കോട് മുതലക്കുളത്തായിരുന്നു, മറ്റൊന്ന് കൊച്ചിയിലായിരുന്നു. കോഴിക്കോട് മുതലക്കുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഭാവികം സമസ്തയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി ഷംസുലമ EK ഉസ്താദായിരുന്നു. നവ്വറല്ലാഹു മർഖദ. മഹാനവകൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൂപ്പര സ്വഭാവം മൂപ്പര ആരും കാത്തുക്കൂല. ഉദ്ഘാടനം കഴിഞ്ഞ് മൂപ്പര ഇറങ്ങി പോവുകയും ചെയ്തു. അതിൽ മുജാഹിദ് പ്രതിനിധിയുണ്ട്, ജമാഅത്ത് പ്രതിനിധിയുണ്ട്, ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ പ്രതിനിധികളുണ്ട്, തബ്ലീഗിൻ്റെ പ്രതിനിധികളുണ്ട്, ഒക്കെ ഉണ്ട്. രാജ്യത്തൊരു പൊതുപ്രശ്നം മുസ്ലിങ്ങൾക്ക് വന്നാൽ അത് ഒരുമിച്ച് നിന്ന് നേരിടണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് സത്യത്തിൽ മുജാഹിദുമായി ബന്ധം പാടില്ല, സമസ്തയുടെ പ്രഖ്യാപിത നിലപാടാണ്. ബിദഅത്തുകാരുമായി ബന്ധം പാടില്ല, ഉറപ്പാണ്. പക്ഷെ ഒരു പൊതു പ്രശ്നം വന്നാൽ പൊതുശത്രുവിനെ ഒരുമിക്കുക എന്ന പൊതു നിലപാടിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ ഒന്നിക്കേണ്ട ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമസ്ത തീരുമാനമെടുത്തു. അവർ ഒരുമിച്ച് നിന്ന് സമരം ചെയ്തു. സമരം വിജയിക്കുകയും ചെയ്തു. അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കോൺഗ്രസ് MP-മാർക്ക് വിപ്പ് കൊടുത്തു. എല്ലാവരും ശരീഅത്ത് ബില്ലിന് അനുകൂലമായി, ബനാത്തുകാരുടെ ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം. കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പാർലമെൻറ്റിൽ ബില്ല് പാസ്സായി. മുസ്ലിങ്ങൾക്ക് രാജോചിതമായ വിജയം നേടിയെടുത്തുകൊണ്ട് അന്തസ്സാർന്ന നിലയിൽ ശരീഅത്ത് സംരക്ഷിക്കപ്പെട്ടു. അന്ന് ഇദ്ദേഹം രംഗത്ത് വന്നു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഷംസുലമ EK ഉസ്താദ് എത്ര വലിയ കാര്യത്തിനായിരുന്നാലും ശരി മുജാഹിദിൻ്റെ കൂടെ വേദി പങ്കിട്ട് ശരിയായില്ല. അത് സുന്നി സ്പിരിറ്റിനെതിരാ. ഒറിജിനൽ സുന്നിക്ക് മുജാഹിദിൻ്റെ കൂടെ പങ്കെടുക്കാൻ പാടില്ല. വർഷങ്ങളോളം വലിയ സംവാദങ്ങളും ചർച്ചകളും നടന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പ്രസംഗങ്ങൾ നടന്നു. അന്ന് ഗവൺമെൻറ് ബോഡിയിൽ പങ്കെടുക്കുന്നില്ല. ഗവൺമെൻറ് ബോഡി അനിവാര്യമായ നിലക്ക് പങ്കെടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പങ്കെടുക്കണം. അന്ന് ഫ്ലൈറ്റിലേക്കുള്ള ഫ്ലൈറ്റും അനിവാര്യമായതുകൊണ്ട് മുജാഹിദിൻ്റെ ഒപ്പം ഇരിക്കണം. ഒക്കെ മൂപ്പര് വിശദീകരണം നൽകി. അന്ന് ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് സത്യത്തിലൊരു ഗ്രൂപ്പിനെ സുന്നിക്ക് സമസ്തക്ക് സുന്നി സ്പിരിറ്റ് പോരാ അന്ന് പറഞ്ഞത് 110 വോൾട്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അന്ന് കറണ്ട് വോൾട്ടേജ് കുറഞ്ഞ കാലമായിരുന്നു. അപ്പോൾ നല്ല വെളിച്ചം കിട്ടാൻ 110 വോൾട്ടുള്ള ബൾബിട്ടാൽ നല്ല കത്തും. അപ്പോൾ സുന്നി ഒറിജിനൽ സുന്നിക്ക് 110 വോൾട്ട് വേണമെന്നാണ് 110 സുന്നി എന്ന് അവർ പറഞ്ഞത്. ഇത് വോൾട്ടേജ് ഇല്ലാന്നിട്ട് ഉണ്ടാക്കിയ പരിപാടിയാണ്. ഒരു കാരണം സമസ്തക്കാന്ന് പറഞ്ഞിങ്ങനെ ആളുകളെ വേർതിരിച്ചുണ്ടാക്കാൻ സുന്നി സ്പിരിറ്റിലെ ആൾക്കാരെ വഴിമാറ്റം ഉണ്ടാക്കിയ ഒരു പ്രചരണം അതായിരുന്നു ആ കാലഘട്ടത്തിൽ.
സത്യത്തിൽ അന്ന് അത് പറഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കിയ ഇവര് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നാണ് കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം നടന്നത്. മുജാഹിദ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ജമാഅത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, തബ്ലീഗ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പെണ്ണിങ്ങനെ ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് മൂപ്പരും ഇരിക്കുന്നുണ്ട്. ചെറിച്ചും കളിച്ചും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ കൂടെ ഇറങ്ങുമ്പോഴും പോകുമ്പോഴും. ഒരു അനിവാര്യതയിൽ മൂപ്പരിൽ പങ്കെടുക്കേണ്ട ഒരു അത്യാവശ്യമില്ലല്ലോ. പക്ഷേ അവിടെ മുഖ്യ പ്രഭാഷണം കിട്ടുമെന്ന് കണ്ടപ്പോൾ മുജാഹിദ് ജമാഅത്തിൻ്റെ കൂടെ വേദി പങ്കിടൽ അദ്ദേഹത്തിന് പ്രശ്നമല്ല. കാരണം തുടക്കത്തിൽ പാർട്ടി ഉണ്ടാക്കാൻ ഒരു കാരണം പറഞ്ഞെന്ന് മാത്രം. ഇത് ഇന്നലത്തെ സംഭവമാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ പരികൾ മുജാഹിദ് ജമാഅത്തിൻ്റെ കൂടെ അദ്ദേഹം വേദിയിൽ പങ്കിട്ട പരിപാടി നടത്തിയ ഒരുപാട് സംഭവങ്ങൾ ഇരിക്കട്ടെ, സമരങ്ങൾ പോട്ടെ. മുസ്ലിം ലീഗ് കോഴിക്കോട് ഇഫ്താർ മീറ്റ് നടത്താറുണ്ട്. ഇഫ്താർ മീറ്റ് പറഞ്ഞാൽ നോമ്പ് തുറക്കുക, നല്ല ബിരിയാണി വാങ്ങിക്കൊടുക്കുക എന്നർത്ഥം. ആ പരിപാടിക്ക് മുസ്ലിം ലീഗിന് എല്ലാ പാർട്ടിക്കാരും മുജാഹിദിനും ജമാഅത്തിനൊക്കെ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ, തബ്ലീഗുകാരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഇവരും ക്ഷണിക്കാറുണ്ട്. ഇവരും പോകും, മുജാഹിദിൻ ജമാഅത്തിൻ്റെ ഒപ്പം ഇരുന്ന് ബിരിയാണി കഴിച്ച് നോമ്പും തുറന്ന് തിരിച്ചു പോരും. വല്ല അനിവാര്യതയുണ്ടോ? അവിടെ ഒന്നും മുജാഹിദ് ജമാഅത്തിനോട് വേദി പങ്കെടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലാതെ മാത്രമല്ല, അന്ന് വേറിട്ടൊരു പാർട്ടി രൂപീകരിക്കാൻ യഥാർത്ഥ സുന്നി വേറിട്ട് നിൽക്കണം, ഒരു കാരണവശാലും മുജാഹിദിൻ്റെ കൂടെ വേദി പങ്കിടാത്ത പാർട്ടി എന്ന് പറഞ്ഞായിരുന്നു 1985 കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് 4-5 കൊല്ലം പ്രചണ്ഡമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയത്. ഒരു കാരണം, ആ കാരണം അവരെന്നെ പൊളിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരേ ഒരു കാരണമാണ് പിന്നെ ഒരു പാർട്ടി അവരുണ്ടാക്കാൻ പറഞ്ഞ കാരണം. രണ്ടാമത്തെ ഒറ്റ കാരണം, സമസ്തക്ക് എന്താ രണ്ടാമത്തെ കുഴപ്പം? സമസ്ത മുസ്ലിം ലീഗിനെ എതിർക്കണില്ല. സമസ്ത എങ്ങനെ മുസ്ലിം ലീഗിനെ എതിർക്കാം? മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ അവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയെ മുസ്ലിം ലീഗ്. സമസ്ത മുസ്ലിം ലീഗിനെ എതിർക്കാൻ രൂപീകരിക്കപ്പെട്ട പാർട്ടിയല്ലല്ലോ. സമസ്ത എങ്ങനെ കോൺഗ്രസിനെ എതിർക്കുക? സമസ്ത എങ്ങനെ ജനതാ പാർട്ടി? അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, അവർക്കൊക്കെ ഒരു ലക്ഷ്യങ്ങളുണ്ട്, അവർക്കൊരു ആവശ്യമല്ലേ. സമസ്തക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ എതിർക്കൽ സമസ്തയുടെ നയമല്ലല്ലോ. സമസ്തക്ക് രാഷ്ട്രീയ നയമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അന്ധമായ വിധേയത്വമല്ല, വിരോധമല്ല. വ്യക്തികൾക്ക് മതത്തിനെതിരല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാം. സമസ്തയുടെ നയം വളരെ ക്ലിയറാണ്, ആർക്കും ഉൾക്കൊള്ളാവുന്ന സമീപനം. പക്ഷെ പിന്നെന്തിനാ മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് ചോദിച്ചപ്പോൾ അതിന് ന്യായം അവർ പറയാൻ തുടങ്ങി. ഇതൊക്കെ അക്കാലത്ത് പത്രങ്ങളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളും എഴുതി വെച്ച 100 കണക്കിന് സംഭവങ്ങളുണ്ട്. വേണമെങ്കിൽ എല്ലാ തെളിവിൻ്റെ ശേഖരം നമ്മുടെ രാമചന്ദ്രൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഫുള്ള് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു നമുക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന വിഷയത്തിൽ. അന്ന് മുസ്ലിം ലീഗിനെ എതിർക്കാൻ ന്യായമുണ്ട് എന്ന് പറഞ്ഞ വിഷയങ്ങൾ 4 കാരണമാണ് മുസ്ലിം ലീഗിനെ സമസ്ത എതിർക്കണം എന്നതിന് അവർ ന്യായം പറഞ്ഞത്. ഒന്ന്, മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഗവൺമെൻറ് അത് മദ്യവും ലോട്ടറിയും അനുവദിക്കുന്ന ഗവൺമെൻറ്റാണ്. ഈ കള്ളുഷാപ്പിനൊക്കെ ലൈസൻസ് കൂടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മന്ത്രിസഭ അല്ലേ. ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടക്കണില്ലേ? ലോട്ടറി ആരാ നടക്കുന്നത്? ഗവൺമെൻറ് അല്ലേ. അവർ രണ്ടും ഹറാമാണ്. ഹറാമിന് കൂട്ടു നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരു പാർട്ടി ഹറാം അതാ. രണ്ടാമത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം എന്താണോ? രണ്ടാമത്തെ പ്രശ്നം ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പാർട്ടിയാണ്. സഹകരണ ബാങ്ക് പലിശയിൽ അധിഷ്ഠിതമാണ്. പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടി ഹറാമിൻ്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മൂന്നാമത്തെ കുഴപ്പം എന്താ മുസ്ലിം ലീഗെന്നോ? സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പഴച്ച പാർട്ടിയാണ്. നാലാമത്തെ കുഴപ്പം മുസ്ലിം ലീഗിന് എന്താണെന്നോ? വഹാബികളുള്ള പാർട്ടിയാണ്. മുജാഹിദ് എന്നല്ലല്ലോ പറയാം, വഹാബി എന്നാ പറയാ. വഹാബിയുള്ള പാർട്ടിയാണ്. വഹാബികളോട് ഒരു കാരണവശാലും സഹകരിക്കാൻ പറ്റില്ല. വഹാബികൾക്ക് സ്വാധീനമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഈ 4 കാരണം കൊണ്ട് മുസ്ലിം ലീഗിനെ എതിർക്കേണ്ടതാണ്. പക്ഷേ സമസ്ത എതിർക്കണില്ല. അതുകൊണ്ട് സമസ്തയുമായി സഹകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ലൈൻ. ഫസ്റ്റൊക്കെ ഇങ്ങനെ മുസ്ലിം ലീഗിനെ എതിർത്തിരുന്നത് തുറന്നെതിർക്കാൻ ധൈര്യം വരില്ലല്ലോ. പതുക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. നിലമ്പൂരിൽ അദ്ദേഹം പ്രസംഗിച്ച് പറഞ്ഞു, ലീഗ് പഴച്ച പാർട്ടിയാണ്. വളരെ നല്ല കട്ടിയുള്ള ശബ്ദത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട്, ഞാൻ മുസ്ലിം ലീഗിനെ അല്ല ഉദ്ദേശിച്ചത്, തെബ് ലീഗിനെയാണ്. ഇങ്ങനെയൊക്കെയാണ് മൂപ്പരെ ഫസ്റ്റ് തുടക്കങ്ങൾ. അങ്ങനെ ദുരർത്ഥം വെച്ചിട്ടുള്ള സംസാരം. അങ്ങനെ മുസ്ലിം ലീഗിനെ പച്ചയായി സമസ്ത എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാരണം ഇത് മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, ഒരു പൊതുപ്രശ്നം രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിട്ടപ്പോൾ മുസ്ലിം ലീഗ് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊപ്പം സമസ്തയും ഒറ്റക്കെട്ടായി നിന്നു എന്ന ഒരു കാരണം.
ആ കാരണം അവർ തന്നെ ഇല്ലാതെയാക്കിയെന്ന് മാത്രമല്ല, അവരിന്ന് പ്രാവർത്തികമാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം മുസ്ലിം ലീഗിന് ഈ 4 കുറ്റങ്ങൾ. അതേ മുസ്ലിം ലീഗിനെ ഇതേ ആളുകൾ ഞങ്ങൾ മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കുന്നു ഈ കഴിഞ്ഞ ഈ ഇലക്ഷനെ തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ പച്ചയായി പറഞ്ഞ ആൾക്കാരാണ്. പച്ചയായി പറഞ്ഞു എന്ന് മാത്രമല്ല, ചാനലിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗിന് 22 സീറ്റ് കിട്ടി. 22-ൽ 20 സീറ്റ് കിട്ടിയതും ഞങ്ങളെ പിൻബലം കൊണ്ടാണ്. ഞങ്ങൾ പിന്തുണച്ചിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന് 1-2 സീറ്റ് കൂടിയാൽ 3 സീറ്റേ കിട്ടുള്ളായിരുന്നു. അതിനർത്ഥം എന്താ? ഞങ്ങളൊക്കെ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്തതല്ലേ? ചെയ്തിട്ടില്ല എന്നൊരു കാര്യം വേറെ എല്ലാവർക്കും അറിയാം. പക്ഷെ പറച്ചിൽ അവർ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തു തോന്നില്ലേ? മുസ്ലിം ലീഗിനെ പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യാൻ എന്താ? മുസ്ലിം ലീഗ് ചേഞ്ചായോ? അന്ന് മുസ്ലിം ലീഗിനെ സമസ്ത എതിർത്തില്ല എന്ന് പറഞ്ഞ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ വിഭാഗം മുസ്ലിം ലീഗിൽ എന്ത് മാറ്റാമെന്ന 4 കുറ്റത്തിൽ ഏത് കുറ്റം മാറിയത്? മുസ്ലിം ലീഗ് പങ്കാളിയായ ഭരണത്തിൽ ഈ പറഞ്ഞ മദ്യവും ഈ പറഞ്ഞ ലോട്ടറിയും ഹറാമാക്കി പിൻവലിച്ചോ? കഴിഞ്ഞ ഭരണത്തിലുണ്ടായിരുന്നു, മദ്യം ഉണ്ടായിരുന്നു, ലോട്ടറി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കുറ്റം ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആയിരുന്നു. മുസ്ലിം ലീഗ് ഒഴിവായിട്ടുണ്ടോ? ഇപ്പോഴും മുസ്ലിം ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. മൂന്നാമത്തെ കുറ്റം പറഞ്ഞത് സ്ത്രീകൾ മത്സരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു. സ്ത്രീകളെ മത്സരം കൂടിയേക്കാണ്, കാരണം റിസർവേഷൻ കൂടി. നാലാമത്തെ കുറ്റം പറഞ്ഞത് മുസ്ലിം ലീഗിൽ വഹാബികൾക്ക് സ്വാധീനമുണ്ട്, വഹാബികളുടെ പാർട്ടിയാണ് പറഞ്ഞു. ഇന്ന് വഹാബികൾ മുസ്ലിം ലീഗിൽ നിന്നൊക്കെ ഒഴിവായി പോയിക്കണോ? അന്നത്തെ വഹാബി പറഞ്ഞാൽ ഔക്കാദർ കുട്ടി നഹ, അത് മുസ്ലിം ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു, മുജാഹിദായിരുന്നു, മുജാഹിദ് കുടുംബ. ഇന്ന് അതേ ഔക്കാദർ കുട്ടി നഹൻ്റെ പ്രിയ പുത്രൻ PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു മാറ്റമല്ല. അന്നത്തെ മുജാഹിദ് P സീതി ഹാജി ആയിരുന്നു. ഇന്ന് അതേ സീതി ഹാജിൻ്റെ മകൻ PK ബഷീർ MLA ആണ്. അന്നത്തെ മുജാഹിദ് ഓരോ ആളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി, അതേ മുജാഹിദ്, അതേ സ്വാധീനം, അതേ പങ്കാളിത്തം ഇന്നും മുസ്ലിം ലീഗിലുണ്ട്. മുസ്ലിം ലീഗിനൊരു മാറ്റം വന്നിട്ടില്ല, പക്ഷെ ഇവർ മാറി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. ശരിക്ക് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് സമസ്തയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ന്യായീകരണമായി പറഞ്ഞ ഒരു വിഷയത്തിൻ്റെ 1% പോയിട്ട് ഒരു ശകലം പോലും ഒരു ന്യായീകരണമായി പിടിച്ചു നിൽക്കാൻ അവർക്കില്ല, ഒന്നുമില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വേറിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതുമായി ലോകത്ത് പലവിധ ബിസിനസ്സുകളും നടത്തുക എന്നായിരുന്നു എന്ന് പ്രകടമായി തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇതിനെ തുടർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കാര്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോയി. പിന്നെ അവർ ലക്ഷ്യത്തിലേക്ക് അടുത്തു. സമസ്തയുടെ രാഷ്ട്രീയ നയത്തിൽ കൈവച്ചു. സമസ്തയുടെ രാഷ്ട്രീയ നയമാണ് സമസ്തൻ്റെ പണ്ഡിതന്മാർ വളരെ ചിന്തിച്ച് തയ്യാറാക്കിയതാണ്. കാരണം ചില സ്ഥലങ്ങൾ മുസ്ലിം ലീഗായിരിക്കും, ചില സ്ഥലത്ത് കോൺഗ്രസ്സുകാരായിരിക്കും, വേറെ ചില പാർട്ടിക്കാരായിരിക്കും, ഒക്കെ നമ്മുടെ ആൾക്കാരായിരിക്കും. ഞാൻ ഈ അടുത്ത് കരുനാഗപ്പള്ളിയിൽ ഒരു മഹലിൽ നമ്മുടെ ആദർശ വിശദീകരണ പ്രഭാഷണം നടത്താൻ പോയി. വളരെ സ്ട്രോങ് അവിടുത്തെ മഹല്ല് ജമാഅത്ത്. നമ്മളെ ഈ ഇവിടെ പോലെയല്ല, ജമാഅത്ത് മഹല്ല് ജമാഅത്തിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ആ മഹല്ലിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മുജാഹിദിൻ്റെ ഒരു പ്രഭാഷണം നമ്മൾ നോട്ടീസ് ഇറങ്ങി. മുജാഹിദിൻ്റെ പ്രഭാഷണം ആരവിടെ മുജാഹിദ്? മഹല്ല് ജമാഅത്ത് ഉണർന്ന് പ്രവർത്തിച്ചു. മഹല്ല് ജമാഅത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഞങ്ങളുടെ ജമാഅത്ത് പരിധിയിൽ ഞങ്ങൾ അംഗീകാരമില്ലാതെ ഒരു മുസ്ലിം പാർട്ടിയുടെ പ്രഭാഷണം നടത്തി കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ട് തടയണമെന്ന് ആവശ്യപ്പെട്ടു. മഹല്ല് ജമാഅത്ത് സ്ട്രോങ് ആണെങ്കിൽ ഒക്കെ നടക്കും. പോലീസ് ഇടപെട്ടു. അവസാനം പോസ്റ്റർ ഒട്ടിച്ച ആളുകൾ കയ്യോടെ പിടികൂടി ആ പോസ്റ്ററൊക്കെ പറിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു. ഒക്കെ പറിച്ചെടുത്തു. ജമാഅത്തിന് അപേക്ഷ, കാരണം മഹല്ല് ജമാഅത്ത് അംഗീകരിച്ചാൽ പരിപാടിയൊക്കെ, അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റില്ല പോലീസ് അങ്ങനെ ചെയ്യുള്ളൂ. അവസാനം പരിപാടി വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഞാൻ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു സുന്നി വിശദീകരണം വേണമെന്നൊരു പ്രഭാഷണത്തിൽ തന്നതാ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആ മഹലിലെ മുഴുവൻ മുസ്ലിമുകളും RSPക്കാരാണ്. ഒക്കെ കരുനാഗപ്പള്ളിൻ്റെ ഒരു മഹല്ല് ഫുള്ള് RSPയിലാണ് നമ്മുടെ മുസ്ലിങ്ങളൊക്കെ അവിടെ. ഇങ്ങനെ നമ്മുടെ ആൾക്കാർ പല പാർട്ടിയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട പൂർവ്വകാല സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതരായ നായകന്മാർ രൂപകൽപ്പന നൽകിയത്. ഒരു പാർട്ടിയോടും സമസ്തക്ക് അന്ധമായ വിധേയത്വമല്ല, വിരോധമല്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയമാകാം. എന്നാൽ കാന്തപുര വിഭാഗത്തിനറിയാം, മുസ്ലിം ലീഗിനെ ഒരു പക്ഷത്ത് രൂക്ഷമായി എതിർക്കുമ്പോൾ, അത് പ്രത്യേകിച്ചും സമസ്തയുടെ ലേബിളിൽ നിന്നാവുമ്പോൾ സ്വാഭാവികം മുസ്ലിം ലീഗ് വിരുദ്ധരായ രാഷ്ട്രീയക്കാരുടെ പിൻബലം കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ മഹല്ലുകളിൽ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പിന്തുണയും രാഷ്ട്രീയ എതിർപ്പും ആയുധമാക്കിക്കൊണ്ട് സജീവമായി പുതിയ നയം രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്ത്
പുതിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ചരിത്രത്തിൽ ആദ്യമായി സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡുണ്ട്, കോൺഗ്രസ് പാർലമെന്ററി ബോർഡുണ്ട്. കാരണം ഇലക്ഷൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചത് മാത്രമല്ല, ജയിപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, പരാജയപ്പെടുത്തേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പത്രത്തിൽ പ്രഖ്യാപിച്ചു. വലിയ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയത് മാത്രമല്ല, അങ്ങനെ ഏകദേശം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ആളുകളെ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മോഹനമായ വാഗ്ദാനങ്ങൾ കൊടുത്തു. ഞങ്ങളെ പരിഗണിച്ചാൽ ഞങ്ങളെ വോട്ട് നിങ്ങൾക്കാം, ഞങ്ങളെ പരിഗണിച്ചാൽ ഞങ്ങളെ വോട്ട് നിങ്ങൾക്കാം. ഇതെല്ലാവരോടും പറയും. അത് പ്രത്യക്ഷ ഉള്ളിലിങ്ങനെ പറഞ്ഞാലൊന്നും പോരാ. മൂപ്പര് മർക്കസിലിങ്ങനെ ഇരിക്കും, ഷർട്ടും തുണിയൊക്കെ മാറ്റി റെഡിയായിട്ട്. എന്നിട്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളെ ഇന്നൊരു ദിവസം ക്ഷണിച്ചിട്ടുണ്ട്, ചാനലുകാരപ്പുറത്ത് ഏർപ്പാട് ചെയ്യും, ഒരു ചായ കൊടുക്കുക. അപ്പം തന്നെ ചാനൽ പറഞ്ഞ് ഇന്ന ആൾ മൂപ്പരെ സന്ദർശിച്ചു, വലിയ വാർത്ത, എല്ലാവരും ഇങ്ങോട്ട് ഒഴുകുകയാണെന്ന് വരുത്തി തീർക്കണം. അതെല്ലാ പാർട്ടിക്കാർക്കും ഇതേ ഓഫറാണ്. എല്ലാവർക്കും ഓഫർ കൊടുക്കും, എല്ലാവരും സത്യമെന്ന് വിചാരിക്കും. കാരണം പണ്ഡിതന്മാർ കള പറയുന്നത് ഇവർക്കാർ നമുക്കല്ല അറിയുള്ളൂ, അടുത്തൊക്കെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ആ രാഷ്ട്രീയക്കാരെ മുസ്ലിം ആലിമ്യങ്ങളാണ് അവർ സത്യസന്ധരായിരിക്കും വിചാരിച്ചത്. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ തരികട മനസ്സിലായത്, എല്ലാവർക്കും ഇങ്ങനെ ഓഫർ കൊടുക്കുന്നുണ്ട്, തിരിച്ചും മറിച്ചും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ അടുത്ത കാലഘട്ടത്തിലാണ് വെളിപ്പെടുത്തലുണ്ടായത്. മഞ്ചേരി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഈ അഹമ്മദ് സാഹിബ് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്, മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റായി. LDFിൻ്റെ കാൻഡിഡേറ്റായി TK ഹംസി മത്സരിക്കുകയാണ്. TK ഹംസ CPM ആണെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു ഇസ്ലാമിക ബോധമുള്ള ആളാണ്. കുറേ ദർസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവർക്ക് കിതാബും ഹദീസും ബെയ്ത്തും കാര്യമൊക്കെ അറിയണ, മാപ്പിളപ്പാട്ട് കവിതകളും കാര്യമൊക്കെ അറിയണ ഒരു ദീനി ബന്ധമുള്ള ആളാണ്. അപ്പോഴും പള്ളിയിൽ ജുമാക്കൊക്കെ പോകുന്ന ആളാണ്. ഇവർ വലിയ തമാശയാണ്. ഹംസ ഭയങ്കര തമാശൻ്റെ ആളാണ്. അപ്പോൾ ഹംസൊക്കെ പറഞ്ഞതാണ്, ഒരിക്കൽ അഹമ്മദ് സാഹിബും TK ഹംസയും മത്സരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഒരു പരിപാടി വെച്ച്. എങ്ങനെയുണ്ട് അഹമ്മദ് സാഹിബ്, പരിപാടികളൊക്കെ ഇങ്ങനെ പ്രചരണമൊക്കെ സജീവമായി പോകുന്നുണ്ട്, എങ്ങനെയുണ്ട് ഹംസാക്ക, എന്തൊക്കെ വിശേഷങ്ങൾ തിരിച്ചും ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഇന്നെ നിങ്ങളെ മർക്കസിക്ക് വിളിച്ചിരുന്നു AP അബൂബക്കർ മുസ്ലിയാർ, എനിക്കവിടെ ഒരു ദുആ പരിപാടിയൊക്കെ വെച്ചിരുന്നു പറഞ്ഞു. മർക്കസിക്ക് വിളിച്ചങ്ങനെ ചോദിച്ചു. ആ വിളിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് നല്ല ഭക്ഷണവും സൽക്കാരമൊക്കെ തന്നു, അവിടുത്തെ യത്തീം കുട്ടികളെ മൊത്തം കൂട്ടിയിട്ടുണ്ട്, വിജയത്തിന് ദുആർന്നു, നാരിസ്വലാത്ത് തീർച്ചയാക്കിയിരുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ, വലിയ കാര്യമുള്ള സംഭവം. അഹമ്മദ് സാഹിബ് സത്യം തന്നെ വിചാരിച്ചു, ആത്മാർത്ഥമായിട്ടാണ് മൂപ്പരെന്ന് വിചാരിച്ചത്. ഇവരും കളങ്കില്ലാത്ത മനുഷ്യന്മാരല്ലേ. അഹമ്മദ് സാഹിബിൻ്റെ കഥ ഒരിക്കൽ MC മായനാജി പറഞ്ഞു. പിന്നെ ഫറൂഖിലൊരു വീട്ടിൽ മരിച്ചോടത്തൊക്കെ പോകുമല്ലോ, പോകണമല്ലോ ഇവർ. പോകുമ്പോൾ ഒരു വീട്ടിൽ കയറി. അഹമ്മദ് സാഹിബ് മരിച്ച് ഇറങ്ങുമ്പോൾ പറഞ്ഞു, മായനാജി യാസീൻ വിളിക്കും, ഫാത്തിഹ വിളിക്കും. ഇത് മുജാഹിദാന്ന് മൂപ്പർക്ക് അറിയില്ല, മുജാഹിദിന് യാസീൻ ഓതണമെന്ന് അറിയില്ലെന്ന് അതും അറിയില്ല. ഫാത്തിഹ വിളിക്കും മായനാജി, അല്ലല്ല പോരിന്ന് അറിയും, അല്ലെങ്കിൽ ഫാത്തിഹ വിളിക്കുന്ന അറിയും. അപ്പോൾ ഞാൻ മുജാഹിദിന് ഫാത്തിഹ ഓതേണ്ട ആ കാര്യം മൂപ്പർ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇത് AP പറഞ്ഞല്ല, നല്ല കാര്യമായി ഫാത്തിഹയും ദുഴയും കുട്ടികളെ വിളിച്ചുകൊണ്ട് ദുആർന്ന് നാരിസ്വലാത്ത് നീർച്ചയ്ക്ക് പറഞ്ഞാൽ എന്തായാലും നല്ല ഇഖ്ലാസ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഹംസാക്ക് പറഞ്ഞു, ഇക്കഴിഞ്ഞ ദിവസം ഇനി അങ്ങോട്ട് വിളിച്ചിരുന്നു, എനിക്കും ഇതേ കുട്ടികളെ കൂട്ടിയിട്ട് യാസീൻ ഓതി ദുആർന്നു മാത്രമല്ല നാരിസ്വലാത്ത് എനിക്കും നീർച്ചയ്ക്ക് ജയിക്കാമെന്ന് പറഞ്ഞു. അവളെ രണ്ടാളും കൂടി ഇങ്ങനെ ജയിക്കുക ചോദിച്ചു. ഇതാ മൂപ്പരെ പരിപാടി. എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരേ തരത്തിലുള്ള ഓഫർ കൊടുക്കുക. ഇപ്പം ഈ ഇലക്ഷന് ഭയങ്കര പൊട്ടിത്തെറികളുണ്ടായല്ലോ. കുന്നമംഗലം മണ്ഡലം എന്ന് പറഞ്ഞാൽ കാരന്തൂർ മർക്കസ് മണ്ഡലം. ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് T സിദ്ദീഖ മത്സരിച്ചത്. T സിദ്ദീഖിനെ മൂപ്പര് വിളിച്ചിട്ട് എല്ലാ ഓഫറും കൊടുത്തു, ഞങ്ങളെ പിന്തുണ നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. അവസാനം മനസ്സിലായി മൂപ്പർക്ക് എല്ലാ പ്രവർത്തനവും തിരിച്ച് LDFന് വേണ്ടി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചുള്ളത് ബോധ്യപ്പെട്ടു. സിദ്ദീഖ് മൂപ്പർ ഫോണിൽ വിളിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ മുസ്ലിയാരെ നിങ്ങൾ നല്ലൊരു പണ്ഡിതനാണെന്ന് വിചാരിച്ചു, നിങ്ങൾ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമെന്നാണ് മനസ്സിലാക്കിയത്. നിങ്ങളെ കഥ ചിത്രം ശരിക്കും മനസ്സിലായി. ഞാൻ ജീവിതത്തിൽ 2 തവണ നിങ്ങളെ തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ട്, 2 ഞാൻ മടക്കി നിസ്കരിക്കുന്നതാണ്. അമ്മാതിരി ഇവർക്കൊക്കെ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുക. ആര്യാടൻ മുഹമ്മദ് തോറ്റപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി മൂപ്പർ അങ്ങോട്ട് വിളിച്ചത് ആര്യാടൻ്റെ സെക്രട്ടറി നേരിട്ട് വിശദീകരിക്കുക. ആര്യാടൻ കുറച്ച് വർത്താനം പറ്റുന്നു മൂപ്പരെന്നാവുകൊണ്ട് അത് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റില്ല, നമ്മളെ സാധിക്കാൻ പറ്റില്ല. അമ്മാതിരി തെറിയാണ് തിരിച്ചു വിളിച്ചത്. കാരണം ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയക്കാർക്ക് കൃത്യമായി കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാകുമല്ലോ, ചിലരെ പലകാലം ഏമാത്ത മുടിയാം, പലരെ പലകാലം ഏമാത്ത മുടിയാം, പലരെ ചില കാലം ഏമാത്ത മുടിയാം, പലരെ പലകാലം ഏമാത്ത മുടിയാതെ ഈ തമിഴിലൊരു പഴമൊഴിയുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ എല്ലാ കാലവും വിഡ്ഢിയാക്കാം, എല്ലാവരും കുറച്ച് കാലമൊക്കെ വിഡ്ഢിയാക്കാം, പക്ഷെ എല്ലാവരും എല്ലാ കാലവും വിഡ്ഢിയാക്കാൻ പറ്റില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ഇപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് CPMന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ CPM പച്ചയായി പിന്തുണയിട്ടല്ലേ പ്രാവശ്യം വന്നത്.
വന്നിട്ട് വാരി കോരി കൊടുക്കണ്ടേ, കിട്ടുന്ന അവർ വിചാരിച്ചത്. പക്ഷെ അവരിലും ബുദ്ധി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ആ ആവേശത്തിൽ കുറേ പള്ളി പിടിച്ചെടുക്കാനും മദ്രസ പിടിച്ചെടുക്കാനുമായിട്ട് ഇറങ്ങി. പോലീസിൻ്റെ സഹായം അപ്പുറത്ത് കാര്യമായി കിട്ടണില്ല, പൊതുങ്ങി. കാരണം CPM മനസ്സിലാക്കി തനി കപടന്മാരായി ഇവരും അവരും മനസ്സിലാക്കി. മാത്രമല്ല ഇവർക്ക് അങ്ങനെ വോട്ട് ബാങ്ക് ഇല്ലാന്ന് ഇവർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ആകെ കേരളത്തിൽ പച്ചയായി പ്രത്യക്ഷത്തിൽ ഒരാളെ തോൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അത് മണ്ണാർക്കാട് ഷംസൂനെ. അതിന് എല്ലാ ശ്രമങ്ങളും നടത്തി, എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയത് മാത്രമല്ല, അവസാനം ഉസ്താദ് തോൽപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തോൽക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും തോൽക്കും. അതിന് വോട്ട് തികഞ്ഞ് മലക്കൾ തന്നെ ഇറങ്ങി വോട്ട് ചെയ്യുന്നു പ്രഖ്യാപിച്ചു. പരസ്യമായി ഔദ്യോഗികമായിട്ട് അവർ ആൾക്കാർ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, മലക്കൾ വന്നു നേരിട്ട് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ കരിപ്പൂർ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി. ഇവർ പറയാണ് ഇവരെ ഉത്തരവാദപ്പെട്ട ആളുകൾ. മലക്കൾ ഇങ്ങനെ പോവുകയാണ് കൂട്ടം കൂട്ടമായിട്ട് വോട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു. പി എന്ന് പറഞ്ഞ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ആളെ കാണിലൊക്കെ മലക്ക. എന്തായാലും മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വിചാരിച്ചു. എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തി, എത്ര മൗലൂദും റാത്തീബും ഹദ്ദാദും കുത്തുബിയത്തും നിർച്ചയാക്കിയത്. സുന്നിൻ്റെ ആശയങ്ങൾക്ക് തന്നെ വിലയില്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എണ്ണി നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഷംസ് ഉദിച്ചു, ഖമർ അസ്തമിച്ചു. ഇതാണ് സംഭവിച്ചത്. ഒന്നുമല്ലാതായി തീർന്നു. തോറ്റു തുന്നം പാടി ആ വോട്ടിൻ്റെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ CPM വിലയിരുത്തി ഇവർക്ക് അങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും ഷംസുനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, മഹാഭൂരിപക്ഷത്തിനാണ് വിജയിക്കാനുള്ള ചെയ്തത്. ഇന്ന് ഈ കാര്യങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ബോധ്യപ്പെട്ട ഒരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. ഈ നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന എല്ലാ വിഭാഗങ്ങളും ആശയപരമായി തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയും ഇന്ന് ശരിക്കും ഇവർക്ക് ഗ്രിപ്പൊന്നുമില്ല. ഇന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ട് ഇവരൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധ ശക്തികളായ, കൃത്യമായി പറഞ്ഞാൽ ജൂതചാരന്മാരുടെ അല്ലെ ഏജന്റുമാരുടെ ആളുകളായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇവരെ കൂട്ടത്തിൽ നിന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സൂഫി സമ്മേളനം, ഇപ്പോൾ ചെച്ചനിയിൽ സമ്മേളനം നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സംഘാടകരും ഇതിൻ്റെ പിന്നെ ലക്ഷ്യങ്ങളും എന്തൊക്കെയാണെന്ന് പ്രകടമായി ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊന്നും അള്ളാൻ്റെ സൂഫിയാക്കൾ ഔലിയാക്കന്മാരെ സമ്മേളനമല്ല. അതിലൊക്കെ അർദ്ധവസ്ത്രധാരികളെ പെണ്ണുങ്ങളെ സ്റ്റേജിൽ ഉസ്താദ് അവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് പെണ്ണാണ് പ്രസംഗിക്കുന്നത്. അതൊക്കെ എത്രമാത്രം അതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന രഹസ്യങ്ങളും കാര്യങ്ങളും ചരടുവലികളും എന്തൊക്കെയാണെന്ന് കൃത്യമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്ന വിധത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുലമ ആ വിശുദ്ധമായ ആദർശത്തോടുകൂടി ആശയത്തോട് രൂപീകരിക്കപ്പെട്ട ആ സംഘം അതിൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്ക് സുഗമമായി പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എതിർക്കുന്ന കക്ഷികൾ ആരായിരുന്നാലും ശരി, അവർ പരാജയപ്പെടുകയല്ല, സമസ്തക്കൊരു പോർണം ഏൽക്കുന്നില്ല എന്നത് ഒരു അനുഭവ വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ വിഭാഗവും വൈകാതെ ചരിത്രത്തിൻ്റെ ഭാഗമാവും. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും അവരൊക്കെ മഹലിൽ, അവർക്ക് അവിടെ പള്ളിയില്ലേ, ഇവിടെ പള്ളിയില്ലേ, ഇവിടെ മദ്രസല്ലേ, ഇവിടെ മർക്കസില്ലേ, ഇവിടെ എത്തീങ്കാനല്ലേ, ഇതൊക്കെ അല്ലേ, ഒക്കെ ഉണ്ടായിക്കോട്ടെ. കാരണം ബാത്തിൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്, അതൊന്നും നിലനിൽക്കൂല. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒക്കെ സമസ്തക്ക് കിട്ടാനുള്ളതാണ്. വല്ലാതെ വൈകൊന്നുമില്ല, ഒക്കെ സമസ്തയ്ക്ക് വരും. കാരണം അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ഇതൊക്കെ നമുക്ക് ഇത് മഹലിൽ 2 ജുമാഅത്തിന് 1 ജുമാഅത്തിലേക്കാ, മറ്റേ നമുക്ക് എന്ത് ചെയ്യുക, നിസ്കാരപ്പള്ളിലേക്ക് മാറ്റാം. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. കാരണം ഇത് ഹക്കായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ്. ഈ സംവിധാനം ഹക്കാണ് എന്നൊരു പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ ഇന്നും നമ്മളിങ്ങനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് കണ്ണീത്ത് ഉസ്താദിൻ്റെ ദുആ, ഞാൻ ദൃക്സാക്ഷിയാണ്. അള്ളാഹു അവരെ മുഖം കെടുത്തട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്, അവർ നശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് ഈ ഗ്രൂപ്പ് നമ്മൾ കാണൂലായിരുന്നു. മുഖം കെടുത്തട്ടെ, നിന്യരാക്കട്ടെ എന്നാണ്. അതിനല്ല ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കല്ലോ. ഓരോ കേസിലും ഓരോ സംഭവത്തിലും ഇവർക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ മുടി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഔദ്യോഗികം ഷറഫാക്കപ്പെട്ട സനദോടുകൂടി നേരിട്ട് സ്വപ്നം കാണിച്ച് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞ സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി 8 മാസമായി അബുദാബി ജയിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. ഇവർ മുടി തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ചർച്ച ഉണ്ട്. ഹസ്രജ് കിട്ടണ്ടേ, ഇതൊക്കെ കൊണ്ട് ചെന്നാൽ മതി, നേരെ പിടിച്ച് അകത്താക്കും. കൊണ്ടു കൊടുക്കാൻ പോലും വഴിയില്ല. ആ ദൈന്യമായ സ്ഥിതി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതേ കേസാണ് അവിടെ കേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേസമയം സമസ്ത കേരള ജംഇയ്യത്തുലമ ഞാൻ പറഞ്ഞല്ലോ, തൊട്ടതൊക്കെ പൊന്നാക്കിയ ചരിത്രം മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത
ഈ മഹാത്മാക്കൾ മരിച്ചുപോയും സത്യ, മഹാത്മാക്കൾ മരിച്ചാലും ഒരു ആത്മീയമായ പിൻബലം ഇവിടെ നിലനിൽക്കും എന്നുള്ളത് നമ്മുടെ വസ്തുതാപരമായ മസലെ. മഹാന്മാർ നമ്മുടെ കൂടെ പ്രകടമായി ഇപ്പോഴും ഉറപ്പിച്ചു നിൽക്കുക. ഞാൻ ചെറിയ ചില സാമ്പിളുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സമയ ദൈർഘ്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ച സ്ഥാപകനാണല്ലോ ഈ പറഞ്ഞ പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ പുതിയങ്ങാടി വരക്കലാണ് അന്ത്യവിശ്രമം. തങ്ങളെ പൂർവിക പിതാക്കന്മാരെ കബർ അവിടെ ഉണ്ട്. വലിയ വലിയ ആ സാദാത്യങ്ങൾ, വലിയ ഒരുപാട് കബറുകൾ അവിടെ ഉണ്ട്, മക്കാമുകൾ. തങ്ങൾക്ക് മക്കളില്ല, ആ പരമ്പരല്ല. അവരെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പെണ്ണുങ്ങളാണ് തങ്ങൾ താമസിച്ച വീട്ടിൽ താമസിക്കുന്നത്. പഴയ കാലമായി പറഞ്ഞത്. ഞാൻ 20 വർഷം മുമ്പ് ഈ മക്കാമിൻ്റെ തൊട്ടുപുറത്താണ് മഹല്ല് ജുമാഅത്ത് പള്ളി ഉള്ളത്. അവരെ വീടും ഈ മഹല്ല് ജുമാഅത്തിൻ്റെ വീടിൻ്റെ പള്ളിൻ്റെ അതിർത്തിയും ഒന്നാ, തങ്ങന്മാരെ വീടും. ആ പള്ളിയിൽ ഞാൻ ദർസ് നടത്തിയിട്ടുണ്ട്, മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ. 20 കൊല്ലം 28-30 കൊല്ലം മുമ്പ്. അന്ന് ദർസ് നടത്തുന്ന സമയത്ത് എനിക്ക് തങ്ങളെ വീട്ടിലുള്ള സംഭവം എനിക്കറിയാം. തങ്ങളെ വീട്ടിൽ ആണുങ്ങളില്ല, പെണ്ണുങ്ങൾ മാത്രം. നമ്മൾ ആരെയും കണ്ടിട്ടില്ല, സ്ത്രീകളെ കാണുമല്ലോ. ഒരാണ് മാത്രം ആ വീട്ടിലുള്ളത്, അവരെ പുതിയാപ്പിളയാണ്. അത് ഇനി ജ്യേഷ്ഠൻ്റെ മകളെ സ്വന്തം എങ്ങനെ റിലേഷൻ എനിക്കറിയില്ല. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവ്, അവരെ പുതിയാപ്പിള എന്നറിയാം. ഈ പുതിയാപ്പിള തങ്ങൾ ജോലി ചെയ്യുന്നത് സിറാജ് പത്രത്തിലാണ്. എന്നുവെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു വേഗം തട്ടിപ്പിട്ട് കൂട്ടി കൊണ്ടുപോകുമല്ലോ. അപ്പോൾ വല്ല കണക്ഷനും അവരായിട്ടുണ്ടെങ്കിൽ, തങ്ങൾ കുടുംബമായിട്ടുണ്ടെങ്കിൽ അവർക്കാണുള്ളത്. അവരുടെ സ്വഭാവം അനുസരിച്ച് സുഖസുന്ദരമായി ഈ ബന്ധം ഉപയോഗിച്ചും അവരെ പണത്തിൻ്റെ പിൻബലം ഉപയോഗിച്ചും അവരെ രാഷ്ട്രീയ അധികാര സ്വാധീനം ഉപയോഗിച്ചും ഈ മക്കാമും പരിസരം അവർക്ക് വിലക്കെടുക്കാൻ സാധിക്കും. പക്ഷെ അവർക്ക് സാധിച്ചില്ലല്ലോ. ഷംസുലമ നാളെ വഫാത്താകാൻ പോവുകയാണെങ്കിൽ ഇന്നാണ് ഷംസുലമ. തൊട്ട് മുമ്പ് ഷംസുലമക്ക് ഇൽഹാം നമ്മൾ പറയുകയാണ്, ഇൽഹാമായിരിക്കണം. എന്തേ അതുവരെ തോന്നാത്തൊരു തോന്നൽ? വരക്കൽ മക്കാമ് നമുക്ക് ഏറ്റെടുക്കണം. അതിനെന്താ സംസാരിക്കണം? അദ്ദേഹം വിളിച്ച് വന്യരായ പ്രസിഡന്റ് തങ്ങൾ ഏൽപ്പിക്കുന്നു. തങ്ങൾ ആ സ്ത്രീകളുമായി സംസാരിക്കുന്നു, വില പറഞ്ഞ് ഉറപ്പിക്കുന്നു, കച്ചവടം ചെയ്യുന്നു. എനിക്ക് അവിടെ മക്കാമ് എനിക്ക് കിട്ടണം. മൂപ്പര് വൈകാതെ പിന്നത്തെ മാസം വഫാത്താകുന്നു, അവിടെ മക്കാമ് കിട്ടുന്നു. ഇന്ന് സമസ്തയുടെ സ്ഥാപകാല നായകനും അതിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയും ഒരേ കേന്ദ്രത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിൻ്റെ പരിചരണം നിർവഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട. ഇന്ന് അവർക്ക് അവിടേക്കൊരു സിയാറത്തിന് വരണമെങ്കിൽ നമ്മോട് ചോദിക്കണം. നോക്കണം, ഈ ഭൗതിക പണത്തിൻ്റെ സ്വാധീനവും പിൻബലം ഉണ്ടായിട്ട് അവർക്കത് കയ്യിലെടുക്കാൻ സാധിച്ചില്ലല്ലോ. വേണ്ട, മമ്പറം മക്കാം സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്, മമ്പറം തങ്ങൾ ഫേമസാ. മമ്പറം തങ്ങൾ മഹാനാണ്, വലിയ മഹാനുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കില്ല. ഈ പറഞ്ഞ മുസ്ലിങ്ങളെ പോലെ ഹിന്ദുക്കളും ആദരിക്കുന്ന ആളാ. ഹിന്ദുക്കൾക്ക് പ്രത്യേക സൗകര്യം തന്നെ ഇപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിൻ്റെ പരിചരണം ഏറ്റെടുത്ത ശേഷം ഈ മമ്പറം മക്കാമ് കോടികൾ മുടക്കി വലിയ വക്കീലന്മാരെ വെച്ച് അതവർ കയ്യിലെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു നോക്കി. അവസാനം വിധി വന്ന് സമസ്തക്ക് അനുകൂലമായിട്ടാണ് മമ്പറം മക്കാമിൻ്റെ പരിചരണം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സമാന്തരം അപ്പുറത്തുണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ സമാന്തരം. മക്കാമിന് സമാന്തരേ ഇങ്ങോട്ട് വേറെ സ്വലാത്ത് അപ്പുറത്ത്. മമ്പറം സ്വലാത്താണ് ഫേമസാ. അതിനപ്പുറത്ത് വേറെ പള്ളി ഉണ്ടാക്കി വേറെ സ്വലാത്ത് വെച്ചിക്കുക. മഹാത്മാക്കൾ നമ്മളൊപ്പ. പൊട്ടച്ചിറ അൻവരിയ കോളേജ് എന്ന് പറയും. പൊട്ടച്ചിറ അൻവരിയ കോളേജ് പറഞ്ഞാൽ ഫേമസ് അൻവരി ബിരുദം എന്നാണ് അറിയപ്പെട്ട ബിരുദ. ഫൈസി ദാരിമിയാറുടെ മാതിരിയാണ്. ഈ അൻവരിയ കോളേജ് സ്ഥാപിച്ചത് ഫാത്തിമ ബീവി എന്നാണ് സ്ത്രീയാണ്. ഫാത്തിമ ബീവി മുസ്ലിം അല്ല, ഹിന്ദു സ്ത്രീ ആയിരുന്നു. ഫാത്തിമ ബീവി എങ്ങനെ മുസ്ലിമായത്? ബീരാനൗലിയപ്പ പറഞ്ഞ അള്ളാഹുവിൻ്റെ മഹാനായൊരു വലിയ ആ പ്രദേശത്ത് ജീവിച്ചിരുന്നു. ചരിത്ര പുരുഷനെ പഴയ ആളൊന്നുമല്ല. ബീരാനൗലിയപ്പാപ്പ ഇവരെ രോഗം മാറ്റി, ഞാൻ രോഗം മാറ്റിത്തരാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. മുസ്ലിമാകുമോ ചോദിച്ചു. ഞാൻ എൻ്റെ രോഗം മാറിയ മുസ്ലിം. കാരണം എവിടെ പോയിട്ട് ചികിത്സയില്ലാത്ത രോഗം മൂപ്പര് മാറ്റി കൊടുത്തു. അവർ മുസ്ലിമായി നല്ല ആബിദത്തായി ജീവിച്ചു. ദീനിന് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർ പൊട്ടച്ചിറ അൻവരിയ കോളേജ് സ്ഥാപിച്ചു. അപ്പോൾ ആ ബീരാനൗലിയപ്പാപ്പറ്റും ബന്ധപ്പെട്ട സ്ഥാപനം അൻവരിയ കോളേജ്. ഈ സംഘടനയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന വിഭാഗത്തിൻ്റെ പ്രധാനികളായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാളും ഉസ്താദുമാരും. കോടതിയിൽ കേസുണ്ട്. കേസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ പ്രിൻസിപ്പാളും ഉസ്താദുമാരും കുട്ടികളെയും കൂട്ടി ഇറങ്ങിയിട്ട് പോയി. അള്ളാഹ് തോന്നിപ്പിച്ചു. നമ്മളാൾക്കാർ കയറിയിടിരുന്നു, ഏറ്റെടുത്തു. നമ്മളെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരെ ചാരത്ത് അവരെ പിൻബലം അവർക്കില്ല, അവർക്ക് നിൽക്കാൻ കഴിയില്ല, അവർ ഇറങ്ങിപ്പോയി. സി എം മടവൂർ വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ, പ്രശസ്തനായ അള്ളാഹുവിൻ്റെ സൂഫിവരനല്ലേ, ശംസുലയുടെ ഇഷ്ട ശിഷ്യനാ. മഹാനായ സി എം മടവൂർ വലിയുള്ളാൻ്റെ ഖബർ അവരെ കസ്റ്റഡിയിലാക്കാൻ അവരെന്തൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെന്നോ. അന്ന് മരിച്ചു, നീ ഖബർ അവരെ ഭാഗത്ത് കിട്ടണം.
ഒരുപാട് ശ്രമം നടത്തി 2 ഖബർ അവർ കുഴിച്ചിട്ടുണ്ട്. ഞാൻ നേർക്കുന്നേരെ കണ്ടതാ അവർ ആ ഖബർ കുഴിച്ച സ്ഥലം. കാരണം ഞാനവിടെ ഒരു മക്കാമിൻ്റെ പരിപാടി പങ്കെടുത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർ കാണിച്ചു ഒന്നും നാട്ടുകരുത്. ഇവിടെയാണ് ഒരു ഖബർ കുഴിച്ചു നോക്കി, അപ്പുറത്ത് അവർ 2 കുഴിച്ചപ്പോൾ പാറ കണ്ടു. അത് കൊത്തിയ പൊളിയാത്ത പാറ. ഖബറോട് കുഴിച്ചാകട്ടെ, എന്തെങ്കിലും അവിടേക്ക് തർക്കിച്ച് മയ്യത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ കീഴിൽ അവിടെ ഖബർ കുഴിച്ചു, ഖബറടക്കപ്പെട്ടു. ശുദ്ധമായ കളവ് മഹാന്മാരെന്ന മഹാന്മാരൊക്കെ ഒരാൾക്കാരാണ് പ്രചരണം. ഒരൊറ്റ മഹാൻ അവരൊപ്പമല്ല. ഇപ്പം ഈ CM മടവൂർ വലിയുള്ളതിനെ കുറിച്ച് തന്നെ ഒരുപാട് കള്ളപ്രഭാഷണവും സ്വപ്നകഥകളും പറയുന്ന കൂട്ടത്തിലെ ആൾക്കാരുണ്ടല്ലോ. അതിലൊരു മാന്യദേഹം പ്രസംഗിച്ചു, CM മടവൂർ വലിയുള്ളതിൻ്റെ മയ്യത്ത് ജനാസ കോഴിക്കോടാണ് മരിച്ചത്. കോഴിക്കോട്ട് നിന്ന് മടവൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനാസ ഇങ്ങനെ കൊണ്ടുപോകണം ആംബുലൻസിൽ. കാരന്തൂർ മർക്കസിന് മുമ്പ് കുന്നമംഗലം എത്തിയപ്പോൾ ആ വണ്ടി തനിയേ നിന്നു. ജനാസ കൊണ്ടുപോകണ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടും സ്റ്റാർട്ടാണില്ല. അപ്പം അതിൻ്റെ കാരണം ഒരു വിശദീകരിക്കുക. മടവൂർ വലിയുള്ള വിചാരിക്കുകയാണ് എവിടേക്കാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നത്, ഇവിടെ അല്ലേ മർക്കസിലല്ലേ ഞാൻ ഖബറടക്കപ്പെടേണ്ടത്, ഇത്ര വലിയ സ്ഥലം ഉണ്ടാകുമ്പോൾ എന്നെ മടവൂർ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഇവർ ചിന്തിച്ചതാണ്. അങ്ങനെ വണ്ടി ഓഫായത്. എല്ലാവരും സ്റ്റക്കായി വരിക്ക് പോണ വണ്ടികൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ മടവൂർ വലിയുള്ളാക്ക് ഓർമ്മ വന്നു, വേണ്ട, ഞാൻ ഇവിടെ കിടന്നാൽ പിറകെ എന്നേക്കാൾ വലിയൊരു മഹാൻ വരാനുണ്ട്, അദ്ദേഹത്തിന് തടസ്സമാകും, പോകട്ടെ എന്ന് വിചാരിച്ചപ്പോൾ വണ്ടി 2ാമത് 5 മിനിറ്റ് സ്റ്റാർട്ടായത്. അങ്ങനെ ആ വണ്ടി പോയത് പറഞ്ഞു. ഞാനിത് കേട്ടപ്പോൾ ഇങ്ങനത്തെ കാര്യം കേൾക്കുമ്പോൾ ഞാൻ കൃത്യമായ വിവരം അറിയാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ഈ പ്രസംഗം കേട്ട ഉടനെ ഞാൻ CM മടവൂരിൽ ജീവിച്ചിരിക്കുന്ന ആരാണ് ബാക്കിയുള്ളതെന്ന് അന്വേഷിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ കുഞ്ഞിമായിൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ വന്യ വയോധികനായ ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചു. ഉസ്താദെ, ഞാനിങ്ങനെ സംശയം ചോദിക്കുക, വിളിക്കുന്നതുകൊണ്ട് അനാഥര വിചാരിക്കുന്നത് പ്രസംഗം കേട്ടോണ്ട് വിളിക്കുകയാണ്, സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. മോൻ ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ഉസ്താദെ, നിങ്ങൾ കോഴിക്കോട് ഉസ്താദ് മരിക്കുമ്പോൾ നിങ്ങൾ കോഴിക്കോട് വന്നിരുന്നു ചോദിച്ചു. ഞാൻ നാട്ടിലായിരുന്നു, വിവരം അറിഞ്ഞ് കോഴിക്കോട് വന്ന് ജനാസ കൊണ്ടുപോകുമ്പോൾ ഞാനും ഉണ്ട് പറഞ്ഞു. അങ്ങനെ തന്നെ ഉസ്താദിന് കിട്ടേണ്ടത്. കുന്നമംഗലം മർക്കസിന് മുമ്പിലെത്തിയപ്പോൾ വണ്ടി മൊത്തം സ്റ്റക്കായ ഒരു 5 മിനിറ്റ് ചോദിച്ചു. അവരൊക്കെ സത്യത്തിൻ്റെ ആൾക്കാരല്ലേ. അങ്ങനെ മോനെ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സംഭവമല്ല. ഞാൻ അന്ന് വന്ന കുറേ ആൾക്കാരുടെ ഞാൻ ഒന്ന് ചോദിച്ച് ഉറപ്പാക്കി പറയാറുണ്ട്. മൂപ്പര് മറ്റേ ആൾക്കാരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ മക്കാമിൽ പരിപാടിക്ക് ചെന്നപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇതേമാതിരി ഇരിക്കുക, പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ പോകുമ്പോൾ അങ്ങേ അറ്റത്ത് കുഞ്ഞുമോയി മുസ്ലിയാർ, എനിക്ക് ആളറിയില്ലോ, മൂപ്പരിൻ്റെ കൈ പിടിച്ചു. സ്വകാര്യം പറഞ്ഞു, മോനെ ഞാനാണെന്ന് നിങ്ങൾ വിളിച്ച കുഞ്ഞുമായി മുസ്ലിയാർ പറഞ്ഞു. അള്ളാഹ്. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞു. പിന്നെ പല ആൾക്കാരോട് അന്വേഷിച്ച് നോക്കി, അങ്ങനെ വണ്ടി ബ്ലോക്കൊന്നും ആയിട്ടില്ല, സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് എനിക്ക് അവർ കാണിച്ചത് മൂപ്പർക്ക് ഒരു കുത്തിയ ഖബറാണ്. ഞാൻ പറഞ്ഞത്, ഒരു മഹാന്മാരും മരിച്ചുപോയ മഹാത്മാക്കളെയോ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെയോ ഒരു പിൻബലം അവർ കാണുന്നില്ല. അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ വലിയ സൂഫിയ. പച്ചയായി വരെത്തുന്ന അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ ഇബാദത്തിരിക്കുന്ന നിസ്കാരപ്പള്ളിയും ചുവരിൽ ഫുള്ള് ഇയാളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇയാളുടെ പിന്നെ പ്രശ്നങ്ങൾ ഗൗരവം. മഹാനായ തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, വലിയ വലിയ സൂഫിയാക്കൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഖം കൊടുത്തിട്ടില്ല. എല്ലാ സാധുക്കളും നിന്ന് മൂപ്പരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഇയാൾ അതിലെങ്ങോട്ട് കയറി വന്നാൽ ഇപ്പുറത്തുകൂടെ മൂപ്പരുടെ ഇറങ്ങിപ്പോവും. ഫേസ് കൊടുത്തിട്ടില്ല. മരിച്ചിട്ടും വരാൻ പറ്റിയിട്ടില്ലല്ലോ. മരിച്ചിട്ടും വരാൻ പറ്റില്ലോ എന്നാൽ ഞാൻ പറയാം. അവസാനത്തെ ഉദാഹരണം പറയാം. അഭിവന്ദനായ ശംസുറമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്, ഇദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പ്രചോദനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിലാണ്. പക്ഷെ എങ്ങനെ ആരും ചതി വഞ്ചന ഇത് മാത്രം കൈമുതലാക്കി ഭൗതിക താല്പര്യത്തോട് സുന്നത്ത് ജമാഅത്തിനെ ചൂഷണം ചെയ്യണമെന്ന് കണ്ടപ്പോൾ പറ്റേ അകറ്റി, ആ മനസ്സകന്നുപോയി. പിന്നെ ഇയാൾ വലിയ സൂത്രശാലിയാണ്. പല പണക്കാരെ ഇറക്കിയിട്ടുണ്ട് ഒന്ന് തമ്മിൽ നന്നാക്കാൻ. നന്നാക്കറിഞ്ഞ് ഇന്ന സംഘടനയിലെടുത്തലും വേണ്ടില്ല, എനിക്ക് വെറുപ്പ് മാറിക്കിട്ടണം, ഒന്ന് തമ്മിൽ സലാമാക്കാൻ അവസരം ഉണ്ടാക്കണം എന്നാണ്. പല പ്രമുഖന്മാരും ഷംസുലിനടുത്ത് വന്നു. അന്നൊക്കെ ഷംസുലിനോട് ആക്കി, എനിക്കിനി അവൻ്റെ മുഖം കാണണ്ടാന്ന്, എനിക്കവൻ്റെ മുഖം കാണണ്ട. അവരൊക്കെ പറഞ്ഞാൽ നാവുകൊണ്ട് പറഞ്ഞതാ, മുഖം കാണണ്ട. നാം മരിച്ചാൽ എന്തായാലും മുഖം കാണൂല മൂപ്പര്. അബുദാബിയിലാണ് ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, പറന്ന് വിടത്തും കാണും. ഒരു വാർത്താ സമ്മേളനം നമുക്ക് ഐക്യം ഉണ്ടാക്കണം, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ആളാവും. അത് ഷിഹാബ് മരിച്ചിട്ട് അവിടെ ചെന്നിരുന്നു. പക്ഷെ ഷംസുലമ പറഞ്ഞില്ല, എനിക്കിനി അവൻ്റെ മുഖം കാണണ്ടാന്ന്. ഷംസുലമ വഫാത്താകണ അന്ന് AP അബൂബക്കർ മുസ്ലിയാരെ അള്ളാഹു അമേരിക്കയിൽ കൊണ്ടുപോയിട്ടു. അമേരിക്കയ്ക്ക് ഇപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്ത് മനോരമയിലെ ഒരു എഡിറ്ററുണ്ട്,
ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്നോട് യാത്ര പറയാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അമേരിക്കയ്ക്ക് എത്ര മണിക്കൂർ ഫ്ലൈറ്റ് റണ്ണിങ് ഉണ്ട് ചോദിച്ചു. ഡയറക്റ്റ് 23.5 മണിക്കൂർ വേണം. അപ്പോൾ ഒരു ദിവസമാണ് 24 മണിക്കൂറാണ് ഫ്ലൈറ്റ് പറന്ന് കിടത്തണമെങ്കിൽ. മുമ്പ് ഒരു സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് എല്ലാ സ്വാധീനം വെച്ചുകൂടെ എത്തിയാലും മുഖം കാണാൻ പറ്റില്ല. മരിച്ച കബറടക്കി 3-ാമത്തെ ദിവസമാണ് ഇയാളുടെ സ്ഥലത്തെത്തിയത്. നമ്മൾ വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ്. അതേസമയം അവരെ ചില മരിച്ചുപോയ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ ചരിത്രവും ചിത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് അടുത്തറിയുന്ന സംഭവങ്ങളുണ്ട്. നമ്മളെ സമസ്തക്ക് നായകത്വം നൽകി മരിച്ചുപോയ മഹാന്മാരെ ഒരുപാട് ആളുകളെ മരണങ്ങൾ നേരിട്ട് അനുഭവസ്ഥർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് KT മാനുസ്ലിയാർ ഉൾപ്പെടെയുള്ള ചില മരണങ്ങൾക്ക് ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ്. മാനുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തെ നിശിതമായി വിമർശിച്ച് ലേഖനങ്ങൾ എഴുതുകയും നാടുനീളെ ഓടി നടന്ന് പ്രസംഗിക്കുകയും ചെയ്ത മനുഷ്യനാണ്. മുജാഹിദിനെ രൂക്ഷമായി വിമർശിച്ച പണ്ഡിതനാണ്. ജമാഅത്തുകാരെ വിമർശിച്ച പണ്ഡിതനാണ്. തൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എഴുതിയ കിതാബ് മൻഖൂലുമിൻ മദ്ഹി റസൂൽ എന്ന റസൂലുള്ളാഹിയുടെ മൗലിദ, ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾ, സമസ്തൻ്റെ എല്ലാ പ്രതിയോഗികളെയും ശക്തമായി നേരിട്ട മഹാൻ. അദ്ദേഹം കോഴിക്കോട് സമസ്തയുടെ സമ്മേളന നഗരിയിൽ കടലോരത്ത് 10-20 ലക്ഷം ആളുകൾ പങ്കെടുത്ത ജംഇയ്യത്തുൽ മുഅല്ലിമീന സമ്മേളന നഗരിയിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗം ഏകദേശം കഴിയാൻ സമയത്താണ് എഴുന്നേറ്റ് ഇങ്ങനെ പോകാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ ഒപ്പിറങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളാണ് എൻ്റെ ഭാര്യ. ഒപ്പം ആംബുലൻസിൽ കയറി. നല്ല വേദന ഉണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കടത്തി. ഇപ്പുറത്തെ സ്ട്രെച്ചറിലും ഫ്രണ്ടിലും ഞങ്ങൾ കുറേ ആൾക്കാർ ഇരുന്നു. ഉസ്താദ് വെള്ളം 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 എന്ന് പറഞ്ഞു. പടച്ചോനെ ഇപ്പോൾ എവിടുന്ന വെള്ളം കിട്ടുക? ഭാഗ്യത്തിന് മുന്നിൽ നിന്ന് ഒരാൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്തൊന്ന് പൊട്ടിച്ച് ഉസ്താദിന് ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ഉസ്താദ് സ്വയം എഴുന്നേറ്റിരുന്നു. വാങ്ങിയിട്ട് കുറേയാട് കുടിച്ചു. മരണസമയത്ത് കടുത്ത ദാഹം ഉണ്ടാവുന്നപ്പോൾ കൃത്യം ബോധ്യപ്പെട്ടു നമ്മൾ പറഞ്ഞ കിതാബിൽ കണ്ടത്. കാരണം സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വെള്ളം വാങ്ങി കുടിക്കായിരുന്നു. വെള്ളം കുറേ കുടിച്ചിട്ടാണ് കിടന്നിട്ട് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ 3-4 തവണ ഉറക്ക കെലിമ ചൊല്ലി. ഉറക്കൊന്നും ചെല്ലാത്ത ആളാണ് മൂപ്പര്. ഉറക്ക 3-4 കെലിമ ചൊല്ലിയിട്ട് വെപ്പ് പല്ലാണ് എടുത്തിട്ട് എൻ്റെ കയ്യിലെടുത്ത് തന്നു. സ്വയം കണ്ണടച്ചു. അസ്വസ്ഥതോടെ എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഇവരിങ്ങനെ നിശ്ചലായി. എല്ലാവരും ചോദിക്കും ഇനിയിപ്പോൾ ഒഴിയണോ? ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ നിങ്ങൾ ആരാണ് ഇദ്ദേഹത്തിൻ്റെ ചോദിച്ചു. ഞങ്ങൾ ഇന്ന ആളുകളാണ്. പോയല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ ആളുടെ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് അദ്ദേഹം കെലിമ ചൊല്ലിയത് മരിക്കുമ്പോൾ ഉറക്കെ? എന്തിനാണ് ശംസുലമ ഉറക്കെ കെലിമ ചൊല്ലിയത്? നമ്മൾ ഓരോ മഹാന്മാരും എന്തിനാ ചൊല്ലിയത്? ഇതാ ഞങ്ങൾ നേതൃത്വം നൽകുന്ന ഈ ആദർശത്തിൽ ഒട്ടും വ്യതിയാനം വന്നിട്ടില്ല. സത്യസന്ധമായ മാർഗത്തിലാണ് ഈ അവസാന ശ്വാസം വരെ കെലിമ ചൊല്ലി മരിക്കുന്നത്. ശക്തമായ മെസ്സേജാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഏറ്റവും കരുത്തുറ്റ യുവജന നിരയാണ് സുന്നി യുവജന സംഘം. പയ്യന്നൂർ മണ്ഡലം പ്രഗത്ഭരായ ഉമറാക്കളും സമ്പന്നരും വിദ്യാസമ്പന്നരും കഴിവുള്ള ആളുകളുമുള്ള നല്ലൊരു മേഖല. പുതിയ നല്ല സാരഥികളുടെ നേതൃത്വം. വിജയകരമായി സുന്നത്ത് ജമാഅത്തിന് കരുത്ത് നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ദയാനിധിയായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്തെന്ന് അപേക്ഷിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹ് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്തെന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി ഇവിടെ ഒരു പ്രഖ്യാപനം ഇൻഷാ അല്ലാഹ് SY സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഉസ്താദ് ദൂരെ നിന്ന് ഇവിടെ വന്നത് സംഘടന ശക്തിപ്പെടുത്താൻ നമ്മുടെ സംഘത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, സംഘടനാപരമായി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. 2:15 വരെ നമ്മൾ ഈ സെഷൻ തുടരും. കുറച്ച് സമയം കൂടിയുണ്ട്. ഭക്ഷണം ഇവിടെ തയ്യാറാണ്. ആരും കഴിക്കാതെ നിസ്കരിക്കാനും പോരുത്, പുറത്തേക്കൊന്നും പോരുത്. കാരണം എണ്ണമെടുത്ത് ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ച് വരും വേണം. കക്കുപ്പടി അഷ്റഫി ഉസ്താദ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രൗഢമായ
സുന്നത്തെ മഹത്വം വിശദീകരിക്കുന്ന പരിപാടിയുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ പരിസരമൊക്കെ ബിദ്അത്തുകാർ അവരുടേതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് എന്ന ബോധം നമുക്ക് വേണം. കുത്തുബിയത്തിൽ ഇറങ്ങി വരുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവനോട് പാടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ SKSSFുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. SKSF സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മേഖലകൾ തോറും നടന്നു വരുന്ന സമ്മേളനം മദീന പാഷൻ SKSF പയ്യന്നൂർ മേഖലാ സമ്മേളനം ഈ പ്രമേയത്തോടനുബന്ധിച്ച് 2016 ഒക്ടോബർ അവസാന വാരം ഇൻഷാ അല്ലാഹ് പയ്യന്നൂർ ഷംസുൽ ഉലമ നഗറിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരുടെയും പിന്തുണയും പരിപൂർണമായ പ്രവർത്തനവും ആവശ്യപ്പെടുന്നു. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് SKSSF തുടർന്ന് പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാവും സമ്മേളനമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് SVS ഉണ്ടാവും. അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് ഇവിടുന്ന് തന്നെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സജീവമായി പ്രവർത്തിക്കേണ്ടുന്ന സമയങ്ങളാണ്. ഇനി സംശയങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് തുടങ്ങാം. ഉസ്താദ് മറുപടി പറയുന്നതാണ്. ആരെങ്കിലും നിന്ന് ചോദിച്ചാൽ മതി, മൈക്കില്ലാതെയും ചോദിക്കാം. ചോദ്യം കേട്ടാൽ മനസ്സിലാവും, അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചു. അവസാനം ചോദ്യം ഞാൻ തന്നെ ചോദിക്കേണ്ടി വരുമോ? അല്ല, നിങ്ങൾ ചോദിക്കേ. അതാ മൈക്കുണ്ട്, അതാ മൈക്ക് അങ്ങോട്ട് കൊടുത്തു. ഇവിടെ കുറച്ച് മുന്നോട്ട് വന്നാൽ ചോദിക്കുന്ന ആൾ. ആ മൈക്ക് അത്രേ പോരുള്ളൂ, ഇല്ലെങ്കിൽ നേരത്തെ വന്ന ശബ്ദം വരും. ഇല്ലേ? വേഗം. അസ്സലാമു അലൈക്കും. നേരത്തെ സാഹിബ് സൂചിപ്പിച്ച പോലെ 5 കാര്യങ്ങൾ പറഞ്ഞു, അത് നോട്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും കൂടി വിവരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ലാസ്റ്റ് വിവരിക്കും. അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എഴുതി തന്നിട്ടാണ് അദ്ദേഹം പോയത്. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. നൗഷാദ് ഹാസനുമായി നമ്മുടെ നിലപാടെന്താണ്? അയാൾ നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഉസ്താദ്മാരൊക്കെ സമീപിച്ചിരുന്നു. പിന്നെ അദ്ദേഹം അങ്ങോട്ട് തന്നെ പോയി. തിരിച്ചു പോയി എന്ന് മാത്രമല്ല, നടത്തിയ പ്രസംഗത്തിന് നേരെ എതിർ പ്രസംഗിച്ചു. പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല, പക്ഷേ എൻ്റെ മീസാൻ മുതലിന് ഓതി പഠിപ്പിച്ചൊരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞു, തൽക്കാലം നൗഷാദ് ചെങ്കട്ടനെ മാറി, പിന്നെ പോയാലും വേണ്ടില്ലാതെ പറഞ്ഞുകൊണ്ട് മാറിയതാണ് എന്നറിയിച്ചു. നമ്മൾ പറഞ്ഞു എന്നാലും വേണ്ടില്ല, തൽക്കാലം ഇപ്പോൾ സംഘടനയിലേക്ക് വരാനുള്ള വാതിൽ തുറന്നു തരാൻ പ്രയാസമുണ്ട്. നിങ്ങൾ കുറച്ച് കാലം അവരെ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹം അവരെ കൂട്ടത്തിൽ ഗ്രൂപ്പായിട്ട് കുറേ ആളുകളെ സംഘടിപ്പിച്ച് പ്രസംഗ പരിപാടിയായിട്ട് നടക്കുകയാണ്. നമ്മളും അദ്ദേഹത്തിന് നേരിട്ട് സംഘടനാപരമായ ഒരു ബന്ധമല്ല. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 9,000 ചില്ലറ മദ്രസകൾ നല്ല നിലയിൽ നടന്നു പോകുമ്പോൾ തന്നെ ആ മദ്രസകളിൽ നമ്മുടെ സംസ്ഥയുടെ ആശയവുമായി ആദർശവുമായി പൊരുത്തപ്പെട്ടു പോകാത്ത അധ്യാപകന്മാർ അനവസരത്തിൽ അവർ അവിടെ അധ്യാപക ജോലി നേടിയെടുക്കുകയാണ്. പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് മഹല്ലുകൾ അവരെ നിയമിക്കുന്നതെങ്കിലും അവർ MSR എന്ന ആ ഒരു മുഅല്ലിം സർവീസ് രജിസ്ട്രേഷൻ നേടിയെടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ വിഘടിത വിഭാഗത്തിൻ്റെ ആൾക്കാരാണെങ്കിലും ഔദ്യോഗികമായി
ആ MSR നേടിയെടുക്കുന്നതിലൂടെ ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ ഔദ്യോഗിക അധ്യാപകന്മാരായി നീങ്ങുകയാണല്ലോ. ആ ഒരു പ്രശ്നത്തിന് സംസ്ഥയുടെ നിലപാടെന്താണ്? മറുപടി വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ SKSFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഇസ പ്രസിദ്ധീകരിച്ച ISIS അടിവേരുകൾ തേടുമ്പോൾ എന്ന മൊയിൻ ഹുദവിയുടെ പുസ്തകം 80 രൂപയാണ്. 70 രൂപക്ക് ഇവിടെ ലഭിക്കും കൗണ്ടറിൻ്റെ പിന്നിൽ. എല്ലാവരും അത് കൊണ്ടുപോയിട്ട് ഈ ISIS അല്ലെങ്കിലും ISIS ആശയമുള്ള വഹാബികളെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പല സാഹചര്യങ്ങളോടും കാരണമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചില മദ്രസകളിൽ അവരുടെ ആളുകൾ കയറി കൂടിയിട്ടുണ്ട്. അത് പരമാവധി മാറ്റി നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം സമസ്ത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. മുഅല്ലിം സർവീസ് രജിസ്റ്റർ MSR പുതുക്കി കൊടുക്കാൻ അല്ലേ. ഇപ്പോഴുള്ള സർവീസ് രജിസ്റ്ററൊക്കെ റദ്ദാക്കിയിട്ട് പുതിയ സർവീസ് രജിസ്റ്റർ കൊടുക്കുകയാണ്. ഈ പുതിയ സർവീസ് രജിസ്റ്റർ കൊടുക്കണമെങ്കിൽ ശാഖ SKSF ഒപ്പുവെച്ച് കൊടുത്ത ആളുകൾക്ക് മാത്രമേ പുതിയ രജിസ്റ്റർ കൊടുക്കുകയുള്ളൂ. അതോടുകൂടി ഒരു ഏപ്പിൻ്റെ ആൾക്ക് എന്തായിരുന്നാലും SKSF ഒപ്പിട്ട് കൊടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ പുറത്താകും. അതോടുകൂടി ഒരു ശുദ്ധീകരണ പ്രക്രിയ ഏറെക്കുറെ വിജയകരമായി നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. EP അബൂബക്കർ കാസിമി സമസ്തക്കാരനാണോ? അദ്ദേഹം നമ്മുടെ ഒരുപാട് സംസ്ഥാനുകൂല മഹല്ലുകളിൽ വന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് തബ്ലീഗ് ജമാഅത്തിൻ്റെ ആശയക്കാരനാണെന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കും. EP അബൂബക്കർ അൽ കാസിം എൻ്റെ സുഹൃത്തിൻ്റെ കോട്ടയത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ മഹലിലാണ് അയാൾ ജോലി. അവിടെ തബ്ലീഗ് ആശയക്കാരാണ് കൂടുതൽ. എങ്കിലും നമ്മുടെ ഈ തെക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് സമസ്ത മഹല്ലുകളിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സംസ്ഥേൻ്റെ നിലപാടെന്ന് അതേക്കുറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ 100% ആളുകളല്ലാത്ത ആളുകളെ നമ്മൾ ഉൾക്കൊള്ളൂല, പ്രസംഗത്തിന് കൊണ്ടുവരില്ല. പക്ഷെ നമ്മുടെ പരിമിതി, നമ്മൾ കേഡർ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇത് തിരിച്ചറിയില്ല. എല്ലാവർക്കും അവരെ പ്രഭാഷണമാണ് വേണ്ടത്. അതിൽ കബീർ ബാക്കവി, നൗഷാദ് ബാക്കവി ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ അവരെപ്പറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സമസ്ത അന്വേഷണ കമ്മീഷനെ വെച്ചു, വിശദമായി അവരെക്കുറിച്ച് അന്വേഷിച്ചു, അവരുമായി സംസാരിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു. അതടിസ്ഥാനത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദൽ ശിഹാബ് തങ്ങളത്തേക്ക് സമസ്തൻ്റെ ഉസ്താദുമാരും കൂടി അവരെ വിളിച്ചു വരുത്തി സംസാരിച്ച് മേലിത്തരം പെശകുകൾ ആവർത്തിക്കാതെ നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വേദികൾ പങ്കെടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മേലിൽ 100% സമസ്തയുടെ ഒപ്പം നിന്നേ പ്രവർത്തിക്കൂ, മറ്റൊന്നിലും സഹകരിക്കൂല, ആശയത്തിൽ ഒരു തകരാറും വരില്ല എന്ന് തങ്ങളെ മുഖേന ഉസ്താദുമാർ മുഖേന ഉറപ്പ് തന്നിട്ടാണ് അവർ രണ്ടുപേരെയും നമ്മൾ പരിപാടികൾക്ക് കൊണ്ടുവരുന്നത്. മറ്റിങ്ങനത്തെ അനവധി ആൾക്കാരുടെ ഏകദേശം അതേ ശൈലി. ഒരിക്കൽ നൗഷാദ് ബാക്കവിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. ബാക്കവി ഇങ്ങനെ പ്രസംഗത്തെ ഞാൻ പ്രസംഗത്തിൽ ക്ലിപ്പ് കേട്ടു, വളരെ മോശമായി നിങ്ങൾ മഹാന്മാരെ ഖബറുകളെക്കുറിച്ചും മറ്റും മക്കാമുകളെക്കുറിച്ചുമാണ് പറഞ്ഞത്, അങ്ങനെ ആ പ്രശ്നമാണല്ലോ പറഞ്ഞു. അതിൽ മൂപ്പരിനോട് പറഞ്ഞു, ഫൈസി തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഒരു അപരനാണത്, എൻ്റെ ഫോട്ടോ തന്നെ കണ്ടാൽ എൻ്റെ ശൈലി തന്നെ ആൾ വേറെയാണ്, ഇന്ന ആളായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വേറെ ആളാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാത്ത കേസ്. EP അബൂബക്കർ കാസിമിനെ കുറിച്ച് ഇങ്ങനെ വേറെയും കേസുകൾ കേട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ അയാളുടെ പ്രസംഗത്തിൻ്റെ കൃത്യമായ ക്ലിപ്പ്, തെളിവ് നമുക്കെതിരായി ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു തെളിവും കാര്യമൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങൾ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കൈമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സമസ്ത അത് സംബന്ധിച്ച് അന്വേഷിക്കും. വിദ്യാഭ്യാസ ബോർഡ് ഘടകം പറഞ്ഞാൽ അല്ലെങ്കിൽ SY സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ജില്ലാ മുഖേന കൈമാറുകയാണെങ്കിൽ അത് അന്വേഷണത്തിൽ വെച്ച് പഠിച്ച് നമുക്ക് പറ്റാത്തതാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ രണ്ടൊന്നും ആക്കും. ആ കാര്യം കൈകാര്യം ചെയ്ത് നമ്മൾ തന്നെയാണ് ആ വിഷയത്തിൽ മുൻകൈ എടുത്താൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലേ ബാബി? അസ്സലാമു അലൈക്കും. 89 സമസ്ത പിളരുന്ന സമയത്ത് ഷംസുലുലമയുടെ അഭിപ്രായ പ്രകാരം ഒരു 6 വേക്കൻസി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇവർ 6 പേര് പോയപ്പോൾ ഒരു 6 വേക്കൻസി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിൽക്കാലത്ത് അതിൽ ചിലർ മരിച്ചുപോയി, ഇപ്പം ജീവനോടുള്ളവരുമുണ്ട്. എന്താ പറയുക, 6 വേക്കൻസി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലർ മരിച്ചുപോയി, ചിലർ ഇപ്പോൾ ഹയാത്തിലുണ്ട്. ഇപ്പം
രണ്ടാമത്തെ സംസ്ഥയിലേക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ 6 വേക്കൻസിയുടെ അതിൻ്റെ കാര്യം ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാലേ അങ്ങനെ 6 വേക്കൻസി വെച്ചിട്ടില്ല. പിന്നെ ചില ആൾക്കാർ പ്രസംഗത്തിൽ ഇപ്പോൾ തമാശക്ക് പറഞ്ഞിട്ടുണ്ടാവും, എടാ അങ്ങൾക്കിടെ 5-6 വേക്കൻസി അവിടെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ ഇരിക്കുക, നിങ്ങൾ തെറ്റിദ്ധരിത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ശരിക്ക് നമ്മൾ 40 ആൾ തികച്ചധികവും മുഷാവറ ഉണ്ടാകാറില്ല. കാരണം അത് ഒരാൾ 2 ആളൊക്കെ നമ്മുടെ വയസ്സായ ഉസ്താദന്മാരിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിച്ചു പോകും. അപ്പോൾ 38 ആൾ 36 ആൾ 34 ആൾ 33 ആൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇക്കഴിഞ്ഞ മുഷാവറ തൊട്ട് രണ്ടാമത്തെ മുഷാവറ 40 ആളെ തികച്ചെടുത്തു. ഇപ്പോൾ തികച്ച് 40 ആളുണ്ട്. അള്ളാഹു നമ്മുടെ മഹാന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരുണ്ടോ? വേഗം ചോദിച്ചോളൂ. കുറച്ച് മുന്നിലേക്ക് വന്നു. വേഗം ചോദിച്ചോ, കുറച്ച് സമയം കൂടി ഉണ്ട്. അടുത്ത സെഷനും കൂടി നടക്കാനുള്ളതാണ്. അടുത്തതിലും ചോദ്യോത്തരം കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം തീർത്തും. അസ്സലാമു അലൈക്കും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ച വിഷയമാണ് ജാക്കിർ നായിക് എന്ന് പറഞ്ഞ ദായിയുടെ പ്രസംഗങ്ങളും മറ്റൊക്കെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മസലകളല്ലാതെ മതപ്രബോധന രംഗത്തുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനെ പറ്റി, ആ വീഡിയോസിനൊക്കെ പറ്റി സംസ്ഥയുടെ അഭിപ്രായം എന്താണ്? സംസ്ഥയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റും? ജാക്കിർ നായിക് ദായി ജാക്കിർ നായിക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ വഹാബി ആശയങ്ങളാണ് പറയുന്നത്. പക്ഷേ മസലകളല്ലാതെ ഈ മതപ്രബോധന രീതിയിലുള്ള മറ്റുള്ള മതങ്ങളായിട്ടുള്ള താരതമ്യ പഠനമൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഒരു സമസ്തയിൽ ഉറച്ചു നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പ്രസംഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? അത് സാക്കിർ നായിക് എന്ന് മാത്രമല്ല, ഏത് തെറ്റായ ആശയങ്ങൾ പറയുന്ന ആളുകളുണ്ടെങ്കിലും അവരെ പ്രസംഗം തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുന്ന ആളുകൾ കേൾക്കാൻ പാടില്ല. പൊതുവെ നമ്മൾ കേൾക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ പണ്ഡിതന്മാർക്ക് അത് പരിശോധിച്ച് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ മുജാഹിദിലും ജമാഅത്തിലും ഒക്കെ കേൾക്കേണ്ടി വരും. ആ കൂടുതൽ കേൾക്കാമെന്നല്ലാതെ സാക്കിർ നായിക്കിനെ കുറിച്ച് നമ്മുടെ സംഘടനത്തെ പൊതു സമീപനം, അയാൾ ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന ആളാണ്. കിതാബുകൾ അഗാധതലത്തിൽ പഠിച്ച പണ്ഡിതനല്ല. അയാൾ MBBS ഡോക്ടറാണ്. പക്ഷെ അള്ളാഹ് ചില ആൾക്കാർക്ക് നല്ല ബുദ്ധി കൊടുക്കും. അപ്പോൾ ഈ ട്രാൻസ്ലേഷനൊക്കെ വായിച്ച് പഠിച്ച് മതങ്ങൾ താരതമ്യ പഠനം നടത്തി നന്നായി ഖുർആനും ബൈബിളൊക്കെ അവലോകനം ചെയ്തിട്ട് അയാൾക്ക് ദഅവത്ത് നടത്താൻ നന്നായി സാധിക്കും. അതിന് ദഅവത്തിൻ്റെ ഈ മേഖല നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതുമാണ്. ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലക്കാണ് അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് വേട്ടയാടാൻ ശ്രമം നടത്തിയത്. അത് നമ്മൾ ഒറ്റക്കെട്ടായി ചെറുക്കൽ ആവശ്യമാണ് എന്നൊരു സമീപനമാണ് നമ്മൾ പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ബിദ്അത്തിൻ്റെ ഒരാശയം അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന വലിയ നല്ല പ്രവർത്തനം മൊത്തം നമ്മൾ എതിർക്കുന്നത് സംഗതമല്ല എന്നതാണ് ശരി. പൊതുവെ നമ്മൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളിൽ ഇത്തരം ആശയങ്ങളുള്ള സീഡികളുണ്ടെങ്കിൽ കേൾക്കുന്നത് ശരിയല്ല. അല്ല, പ്രബോധനാർത്ഥം നല്ല ആശയങ്ങളുള്ള സീഡികൾ തീർച്ചയായും കേൾക്കാവുന്നതാണ്. അടുത്ത ചോദ്യം സ്റ്റേജിൽ നിന്നുണ്ട്, ബാക്കിൽ നിന്ന് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറിയുടെ ചോദ്യമാണ്. അതിനോട് ഒരു അനുബന്ധം കൂടി ചോദിച്ച ചോദ്യത്തിൽ ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഹമീദ് ഫൈസി ഉസ്താദ് ബിദഅത്തുകാരനായ ജാക്കിർ നായിക്കിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ക്ലിപ്പ് കുറച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്. അത് വെറുതെ അത് ഉണ്ടാക്കുന്നവരെ പണി അതാണല്ലോ, പണ്ട് ഉണ്ടാക്കിയ ഞാനാണ്, അതുകൊണ്ട് എനിക്ക് തിരിയുമ്പോൾ അതുകൊണ്ടൊരു അനുബന്ധം കൂടി എനിക്ക് ചേർത്താനുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ദുബൈ ഗവൺമെൻറ് നടത്തുന്ന ഖുർആൻ അവാർഡ് ദാന ആ പരിപാടിയിൽ വെച്ച് ജാക്കിർ നായിക്കും മർക്കസിൻ്റെ മാനേജറും AP അബൂബക്കർ മുസ്ലിയാരുടെ മകളെ ഭർത്താവുമായി സി ഫൈസി ഒന്നിച്ച് പങ്കെടുത്ത് പുറത്തിറങ്ങി വന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു, കൈ പിടിച്ച് നിന്നു. സി ഫൈസിയുടെ മകൻ അഥവാ കാന്തപുരത്തിൻ്റെ മകളെ മകൻ ഇപ്പുറത്തും സി ഫൈസി ഇപ്പുറത്തും സെൻറ്ററിൽ ജാക്കിർ നായിക്കിനെ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം സി ഫൈസി സ്വന്തം ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ബാക്കിൽ AP വിഭാഗം തന്നെ ചോദിച്ചു, ഉസ്താദെ ഇയാൾ മുജാഹിദല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി കൂടി ഇതിനോട് ചേർത്തി പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രബോധന പ്രവർത്തനങ്ങളും നമുക്ക് മാതൃകാപരമാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നു. അപ്പോൾ ബാക്കിൽ പിന്നെയും ആരൊക്കെ ചൊറിഞ്ഞപ്പോൾ SKക്കാർ ഇത് കാണൂലേ എന്ന് ചോദിച്ചു. അത് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എല്ലാവരെയും കയ്യിലുണ്ടത്. അപ്പോൾ SKക്കാർ കാണൂലേ എന്ന് വെച്ചപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു അതേ ഉസ്താദേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാക്കിൽ ചോദിച്ചു, അള്ളാഹ് നിങ്ങൾക്ക് പേടിയില്ലെങ്കിലും SKക്കാരെ പേടിയുണ്ടല്ലോ. അപ്പോൾ പിന്നെ സി ഫേസ് അത് പിൻവലിച്ചു. പക്ഷേ അത് ഇന്നും
നമുക്ക് ആ സാധനം കിട്ടാനുണ്ട്. അതുകൊണ്ട് ഈ നിലപാട് സമസ്തയുടെ നിലപാടാണ് ഉസ്താദ് എന്ന് പറഞ്ഞതെങ്കിൽ അതേ നിലപാടിനേക്കാൾ ഉഷാറായി കയ്യും പിടിച്ചിട്ട് നിന്നതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്ത ചോദ്യം ബാക്കിൽ നിന്ന്. സമസ്തയുടെ മഹല്ലുകളിൽ നാം വിഘടിത വിഭാഗത്തിനെ പ്രതിരോധിച്ചിരുന്നത് നമ്മുടെ മഹല്ല് സംവിധാനം കൊണ്ടാണ്. അതിന് ബദലായിട്ട് അവരിപ്പം ഒരു മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഹല്ലിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ പ്രൊട്ടക്ഷനും സംവിധാനങ്ങളും അവർക്ക് ആ ജമാഅത്തിൽ കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ ഒരു മഹല്ലിലുള്ള അത്തരം വിഭാഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? അവരെ മഹല്ല് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ, സുന്നി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ AP ഗ്രൂപ്പിന് വേറെ പേര് വെച്ചു എന്നല്ലാതെ ആ പേര് വെച്ചിന് അവർക്ക് രഹസ്യമുണ്ട്. വേറെ ഒരാളെ കിട്ടുന്നതിക്ക് പേര് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ SYSന്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി. SYSന്റെ പേരിൽ ആ സകല പ്രസ്താവനകൾ പ്രതികരണം വരൽ. AP അബൂബക്കർ മുസ്ലിയാരെ ആൻറ്റി ഗ്രൂപ്പിൻ്റെ തലവനാണ് ആര്? പൊന്മള. ആ മൂപ്പരെ സൈലൻ്റ് ആക്കണം, അതിനുള്ള പരിപാടിയാണ് മൂപ്പരോട് മാറ്റി. അതാണ് ഇന്നോട്ട് പേരിന് SYS. കേരള സുന്നി ജമാഅത്തിന് വേറെ പാർട്ടി ഉണ്ടാക്കി, APനെ ലീഡറായി വേറെ പാർട്ടി ഉണ്ടാക്കി. സംഭവം ആ പരിപാടി. അല്ലാതെ മഹല്ല് സുന്നി ജമാഅത്തുണ്ടാക്കി പറഞ്ഞിട്ട് ഏതെങ്കിലും മഹൽ അവർക്ക് എക്സ്ട്രാ ഒരാളെ കിട്ടുമോ? ഒരാളും കിട്ടാൻ പോണില്ല. അതൊക്കെ ഭീഷണിയേ അല്ല. നമ്മുടെ മഹല്ല് ജമാഅത്തും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളും SYS SKS പോലുള്ള ഘടകങ്ങളും ശക്തിപ്പെടുത്തിക്കൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീൻ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അവരിപ്പോൾ ഒക്കെ സൈലൻ്റ് ആണല്ലോ. ഒരു കാര്യം അവർക്ക് പറഞ്ഞ് പിടിച്ചിക്കാൻ കഴിയും. എന്ത് പറഞ്ഞാലും ഇപ്പോൾ സാക്കിർ നായിക്കിൻ്റെ പ്രശ്നം പറയുമ്പോഴത്തേന് രാമന്തൽ ഇപ്പുറത്ത് തിരിച്ച് അവരെ പ്രശ്നം ഉന്നയിക്കുകയാണ്. വേറൊരു പ്രശ്നം വെക്കുമ്പോഴേക്ക് അപ്പോഴത്തെ അവർ ക്ലിപ്പ് പുതിയ ഇപ്പോഴും ഇറക്കുമ്പോൾ അവർ ഒരൊറ്റ ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങും. പിന്നെ പ്രശ്നം വരുമ്പോൾ അത് സൈലൻ്റ് ആക്കും. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ആക്റ്റീവായാൽ അതിവിദൂരമില്ലാത്ത ഭാവിയിൽ അവർ പിടിച്ചു നിൽക്കാനാകാതെ അപ്രത്യക്ഷമാവും. ധീരമായി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഭീഷണിയേ അല്ല. സമസ്തയുടെ പല മഹല്ലുകളിലും ഇന്നും SKSF പടിക്ക് പുറത്ത് എന്ന പോലെ ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റുന്നില്ല. അപ്പോൾ സമസ്തക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? SKSFനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? പരിഹരിച്ചു എന്ന് പറഞ്ഞ് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് കൊടുത്തിരുന്നു. പരിഹരിക്കാൻ വേണ്ടി അവനിങ്ങനെ കത്ത് ചെറുസ്ഥാനം കൊടുത്തിട്ടുണ്ട്. പ്രശ്നം തീർന്നിട്ടുണ്ടെങ്കിൽ ആരും ഇതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കേണ്ട പറഞ്ഞാൽ പറ്റേ ക്ലിയർ ചെയ്തിരുന്നു. പിറ്റേ ദിവസം ചെയ്തു ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. പ്രധാന പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞു, ആ പ്രശ്നത്തിന് ഇനി രണ്ടാമത് കത്ത് പ്രസിദ്ധീകരിക്കുമെന്ന് വിചാരിക്കേണ്ട, അവൻ കബളിപ്പിച്ച കത്ത് ഉസ്താദന്മാർ കൊടുത്തുള്ളത് പ്രവർത്തകർ അറിയിച്ചു. അതിനുവേണ്ടി പ്രധാനപ്പെട്ട 19 ആളുകളെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിംഗ് എന്നും കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കുന്ന മീഡിയ 1 ചാനൽ എന്ത് ചെയ്തു? അഷ്റഫിലെ തോൽപ്പിക്കാനുള്ള മീറ്റിംഗ് ആക്കിയിട്ട് എന്ത് ചെയ്തു? ഫ്ലാഷ് ന്യൂസ് കൊടുത്തു. സത്യത്തിൽ അവിടെ പലരും തോൽപ്പിക്കണം തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, പിന്നെ വാക്കുട് ഉസ്താദാണ്, സമസ്ത ആരും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ പറഞ്ഞ ചരിത്രമല്ല. നമ്മൾ ഈ കത്ത് എവിടെയെന്ന് നാളെ നിങ്ങൾ ചോദിച്ചാൽ, ഇലക്ഷൻ കഴിഞ്ഞാൽ കത്ത് കാണിച്ചാൽ അവൻ ആ കത്ത് കൊടുത്തിട്ടില്ല എന്ന് അറിയിക്കാനാണ് വിളിച്ചു കൂട്ടിയത്. ഇത്രയും ഉണ്ടായത്. ആ പ്രശ്നം കഴിഞ്ഞു. ആ പ്രശ്നം കഴിഞ്ഞ് പാണക്കാട് ചർച്ച ചെയ്തു, അവന് ക്ഷമ നടത്തി, പരസ്യം കൊടുത്തു. പറഞ്ഞ പോലെ ആ പ്രശ്നം തീർന്നു. പിന്നെയും എന്ത് ചെയ്തു വെച്ചാൽ സമസ്തയുടെ 4-5 പ്രധാനികളെ വ്യക്തിപരമായി ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവന് പോസ്റ്റ് ഇട്ടു. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ സമസ്ത ഉദ്ദേശിച്ച ആൾക്കാർക്ക് സീറ്റ് കൊടുത്തില്ല, പാണക്കാട്ട് പോയിട്ട് നിങ്ങൾ കാര്യമില്ല, നിങ്ങൾക്ക് ഉത്തരം താങ്ങുന്ന പല്ലികളാണ്, നിങ്ങൾ ജൂനിയർ കാന്തപുരക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിലവാരം കുറഞ്ഞ യൂണിറ്റ് MSF ചെയ്യേണ്ട കത്ത് എന്ത് ചെയ്തു? സ്റ്റേറ്റ് പ്രസിഡന്റ് ഇട്ടു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളോട് പരാതി പറഞ്ഞു സംസ്ഥാനത്തെ ആൾക്കാർ. തങ്ങൾ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്കും മജീദിനും പരാതി കൊടുക്കുക, എഴുതി കൊടുക്കുന്നതാണ്. SKSF കുഞ്ഞാൽ സാഹിബിനും മജീദിനും കത്ത് എഴുതി കൊടുത്തു. SYS പരാതി കൊടുത്തു. അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇവനെ വെച്ച് അന്വേഷിച്ചു. ഞാൻ ആ കത്തിട്ടിട്ടില്ലാറോ, ഞാനല്ല, എൻ്റെ പേരിൽ ആരോ ഇട്ടതാണോ. അങ്ങനെ സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടു. സൈബർ സെല്ല് ഇത് അവൻ്റെതാണ് തീരുമാനിക്കാൻ, അവൻ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു SKSF എൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടതാണ്, ഫേക്കായിട്ട് പറഞ്ഞു. എന്നാൽ SKSF സംഘടന പുറത്താക്കാനും സമസ്തി ലീഗും കൂടി തീരുമാനിച്ചു. അവനാണ് കത്തിട്ടെങ്കിൽ അവന് ആക്ഷൻ. SKSF ഇവൻ്റെ പേരിൽ കത്തിട്ട് SKSF ആക്ഷൻ. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് സമസ്ത നേതാക്കളെ സംയുക്ത യോഗം തീരുമാനിച്ചു. അങ്ങനെ സൈബർ സെല്ലിൽ അന്വേഷണം നടന്നു.
ഇവൻ തന്നെയാണ് ആ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ഇട്ട് തെളിഞ്ഞപ്പോൾ അവൻ ആക്ഷൻ എടുക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ കുഞ്ഞാൽ സാഹിബ് പറഞ്ഞു ഉടനെ ആക്ഷൻ എടുക്കാമെന്നാണ്. മജീദ് സാഹിബ് പറഞ്ഞു ഉടനെ ആക്ഷൻ എടുക്കാൻ കത്ത് അവിടുന്ന് സൈബർസിൽ നിന്ന് കത്ത് കിട്ടട്ടെ ആയിരുന്നു. തങ്ങൾ പറഞ്ഞു ഉടനെ തീരുമാനം ഉണ്ടാക്കണം എന്നാണ്. പിന്നെ നിയമസഭ ഇലക്ഷൻ വന്നു, തീരുമാനം ഉണ്ടാക്കാതെ ഇങ്ങനെ പോയി. ഇലക്ഷൻ വരുമ്പോൾ നമ്മളും സമ്മർദ്ദത്തിന് ശരിയല്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ടും ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ PV അബ്ദുൽ വഹാബ് MP ആണ് അതിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരാൾ. അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, വഹാബ് സാഹിബ് ഇത്ര കൃത്യമായി തെളിഞ്ഞിട്ട് അന്ന് പാണക്കാട് തങ്ങൾ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് നേതാക്കളും സമസ്ത നേതാക്കളെടുത്തൊരു തീരുമാനം നടപ്പാക്കേണ്ടതല്ലേ എന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രൊഫസർ 2 ദിവസം കോഴിക്കോട് നടക്കുന്നുണ്ട്, അന്ന് നേതാക്കളുണ്ടാവും ഇവനുണ്ടാവും, ഞാൻ സംസാരിക്കട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വഹാബ് സാഹിബ് നമ്മൾ അതിൻ്റെ പിറ്റേന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ അവനോട് സംസാരിച്ചു, എല്ലാവരും ക്ലിയർ ആക്കണം എന്നുള്ള നിലപാടാണ്. ഞാൻ പറഞ്ഞു നീയാണ് പ്രതിന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അതൊരു ക്ഷമാപണം നടത്തിയാണ് പ്രശ്നം ഒതുക്കി തീർത്തത് വലുതാകാൻ അനുവദിക്കേണ്ട. അന്ന് തന്നെ എന്നോട് പറഞ്ഞാണ് ഇജാണെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞ പരിഹാരം ഉണ്ടാക്കാം ഞാൻ. അപ്പോൾ അവനോട് പറഞ്ഞ് ഞാൻ മാപ്പ് ചോദിക്കാം, പക്ഷെ അവർ എന്നോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ജഡ്ജാകാനൊന്നും ആകില്ല, അജ് കണ്ടമാര് കൂട്ടിക്കാരണം മൂപ്പര് തെറ്റി മൂപ്പര് ഒഴിവാക്കി. മൂപ്പര് വിളിച്ചു ഇനി നിങ്ങൾ കണ്ടമാര് കൂട്ടിക്കൊള്ളി പറഞ്ഞു. അപ്പോൾ കണ്ടമാര് കൂട്ടിക്കൊള്ളുന്ന പരാതി നമ്മൾ ഒരുപാട് വട്ടം കൊടുത്തിക്കണ്. ഈ കത്ത് തിരിച്ചും മറിച്ചും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് മജീദ് സാഹിബിന് വീണ്ടും 3 വട്ടം കത്ത് കൊടുത്തിക്കണ്, ഒരു റിപ്ലൈ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഒരു ഓപ്പൺ കത്തിടാൻ തീരുമാനിച്ചു. മാത്രമല്ല SY സ്റ്റേറ്റ് കമ്മിറ്റി സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് SY സ്റ്റേറ്റ് കമ്മിറ്റിയും കത്ത് കൊടുത്തു. മലയമുണ്ടായിരുന്നു, പിന്നെ കത്ത് കൊടുത്തു തീരുമാനം പറഞ്ഞമാതിരി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നപ്പോൾ വീണ്ടും പാണക്കാട് യോഗം ചേർന്നു. പാണക്കാട് യോഗം ചേർന്നപ്പോഴും അവൻ വാദിച്ചത് അന്ന് ഇവരൊക്കെ പറഞ്ഞു ക്ഷമാപണം നടത്തി തീർത്തലായിരുന്നു. അവൻ പറഞ്ഞു അത് എൻ്റെ നമ്പർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് കമ്പ്യൂട്ടറിന് ആരോ ഒപ്പിച്ചതാണ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും തീരുമാനം വന്നു, എന്നാൽ നീ അല്ല നിരപരാധിയെന്ന് തെളിയിക്കുന്ന തെളിവ് കൊണ്ടുപോകാൻ കുറച്ചുകൂടി സമയം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിലവിലുള്ളത് ഈ വിഷയത്തിൽ നമ്മളതൊരു അപാകത ഉണ്ടായിട്ടില്ല, ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല, ക്ലിയർ രൂപതാണ്. തിരിച്ചാർക്കെങ്കിലും വല്ല അഭിപ്രായം തെറ്റായ വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക, ഇതതിൻ്റെ വസ്തുത. മാസങ്ങളായി വർഷങ്ങളായി അപ്പൊ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന നിലയിലും ലീഗ് പ്രവർത്തനം എന്ന നിലയിലും നമുക്ക് വിഷമമുണ്ട്. നമ്മളുടെ SK തെറ്റ് വരുമ്പോൾ എല്ലാവരും എത്തുകയറാനുണ്ടാകുമ്പോൾ തിരിച്ചൊരു തെറ്റ് വരുമ്പോൾ ആർക്കും പ്രശ്നമുണ്ട്.